മനോഹരമായ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരീ സഹോദരന്മാർക്കും, വിശിഷ്യ കർത്തൃദാസനും കുടുംബത്തിനും എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ പകലും രാത്രി നിങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുവാൻ വലുവിനായ ദൈവം തന്ന ബലത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നത് ഒരു ഭാഗ്യപദവിയാണ്. ദൈവസന്നിധിയിൽ വചനം പ്രസംഗിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നതുമൊക്കെ അതൊരു ആനന്ദകരമായ അനുഭവമാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് കാണും. ഡാൻസുമായി ബന്ധപ്പെട്ടൊക്കെയാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അങ്ങനത്തെ വാക്കുകളൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കൂട്ടായ്മകളിൽ ദൈവത്തിൻ്റെ ദാസന്മാർ ആത്മാവിൽ ശക്തിയോടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും കരങ്ങളെയൊക്കെ ഉയർത്തുവാനും ഒക്കെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ ഇതൊരു ബ്രദറൻ കൂട്ടായ്മയല്ല, പെന്തക്കോസ്ത് കൂട്ടായ്മയാണ്. പക്ഷെ പരിജ്ഞാനത്തിലായിരിക്കണം. നമ്മുടെ സമൂഹത്തിനെ പറ്റിപ്പോയൊരു പാളിച്ച ഈ വിഷയങ്ങളൊന്നും പരിജ്ഞാനമില്ലാതെ ആരെങ്കിലുമൊക്കെ നമ്മളെ ചുമ്മാ ഇളക്കുമ്പോൾ ഇളകി പോവുക. പ്രസംഗനൊന്നും നമ്മളെ ഇളക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഒരു പ്രസംഗനെയും അനുവദിക്കരുത്. പകരം പരിശുദ്ധാത്മാവ് നമ്മെ ചലിപ്പിക്കുമ്പോൾ നാം എന്ത് ചെയ്യണം? ചലിക്കണം. അതായിരിക്കണം ശരിയായ ഒരു പെന്തക്കോസ്ത് വ്യൂ. ആളുകൾ വന്നിട്ട് അവർ പലതുമൊക്കെ ചിലപ്പോൾ പറഞ്ഞു കളയും. കാരണം ഇന്നത്തെ കാലത്ത് ഒരു പൊതുവായിട്ടുള്ളൊരു സംസാര രീതിയുണ്ട്. ഒരു ഓളമൊക്കെ വേണമെന്നുള്ള രീതി. ഓളമൊന്നും നമുക്ക് വേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടാക്കുന്ന ഓളം മാത്രം മതി. അല്ലെങ്കിൽ ഏത് ശുശ്രൂഷകനാണെങ്കിലും ദൈവസന്നിധിയിൽ കണക്ക് പറയേണ്ട ഒരു ദിവസം വരും. അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഹൃദയങ്ങളെയും നിലവുകളെയും അന്തരിന്ദ്രിയങ്ങളെയും ഒക്കെ ശോധന ചെയ്യുന്നവന്റെ സന്നിധിയിലായിരിക്കുന്നത്. പ്രസംഗിക്കുന്ന ഉപദേശിയെ ശോധന ചെയ്യും, കേട്ടിരിക്കുന്നവരെ ശോധന ചെയ്യും. അപ്പോൾ ഹൃദയം നിറഞ്ഞു കഴിയുന്നത് വായിൽ നിന്ന് വരണം. അങ്ങനെ മതി. അതല്ലാതെ വേറെ രീതിയിലൊന്നും വേണ്ട. സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ വൈകിട്ട് അല്ലെങ്കിൽ ഇന്നലെ പകലും വൈകിട്ടും ഒക്കെ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു പോകാനാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ വൈകിട്ട് ആ ഒരു സജ്ജീകരണത്തോടെയാണ് ഞാനും വന്നത്. എന്നാൽ 1 രാജാക്കന്മാരുടെ പുസ്തകം 7-ാം അധ്യായത്തിലേക്ക് വന്ന് കുറച്ച് ഒരു 2-3 വാക്യങ്ങളങ്ങ് വായിച്ചു വന്നപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തി. അതായത് കണ്ടെത്തിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്രഭാതത്തിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ എന്താ? 4-ാം അധ്യായം, 5-ാം അധ്യായം, 6-ാം അധ്യായമൊക്കെ വെച്ചിട്ട് നമ്മൾ പറഞ്ഞു ആ കാലഘട്ടത്തിൽ ഇസ്രായേലിന്റെ നടുവിലെ മഹാപുരോഹിതനായിരുന്നു ഏലിയുടെ കാലഘട്ടത്തില് ഇസ്രായേല് ക്രമം കെട്ടാണ് നടന്നിരുന്നത്. അത് ചെറിയ തോതിലൊക്കെ നമുക്കറിയാം. എന്നാൽ അതിന്റെ എത്രത്തോളം ഗൗരവം എന്നുള്ള കാര്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വാക്യത്തിലേക്ക് വന്നതുകൊണ്ടാണ് വൈകിട്ട് ഞാൻ മുൻപോട്ട് പോകേണ്ടതിന് പകരം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം വഴി മുൻപോട്ട് പോകേണ്ടതിന് പകരം ആ 1 രാജാക്കന്മാർ 7-ാം അധ്യായത്തിൽ വന്നപ്പോൾ ഒന്ന് സ്റ്റക്കായി നിന്നുപോയെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ ഉള്ളിലൂടെ അന്നേരം കടന്നു വന്ന ചിന്ത എന്നു ചോദിച്ചാൽ, നാളെയും സമയമുണ്ടല്ലോ കർത്താവ് അനുവദിച്ചാൽ. അതായത് ഇന്ന് രാവിലെയും വൈകിട്ടും കൂടെ 2 സെക്ഷനും കൂടെ മുൻപിലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്വാതന്ത്ര്യത്തില് അവിടെ നിൽക്കാമെന്ന് ചിന്തിച്ചതാണ്. ഇന്ന് അങ്ങനെ പറ്റത്തില്ല. ഇനി എന്റെ മുമ്പിൽ 1 സെക്ഷനും കൂടി ഉള്ളൂ. കുറച്ച് അച്ചടക്കം പാലിക്കേണ്ടതുണ്ട്. അപ്പോ ഇന്നലെ അച്ചടക്കം അർത്ഥം. ആ വാക്യം വായിച്ചപ്പോൾ ഇസ്രായേലിന്റെ ആ സ്വഭാവം വെളിപ്പെട്ടത്. അവർ യഹോവയുടെ നാമത്തിൽ നിലകൊള്ളുകയും പക്ഷേ അകത്ത് ബാലിനെയും അസ്തരത്തിനെയും ഒക്കെ എന്ത് ചെയ്യുന്നു? സൂക്ഷിക്കുകയും ചെയ്യുന്നു. എന്നിട്ടാണ് പെട്ടകവും ചുവന്നുകൊണ്ട് പോയി വലിയ ബഹളം വെച്ചത്, അടിമേടിച്ചത്. കണ്ടോ? ഇതുപോലെയാണ് നമ്മളും വലിയ ആർപ്പം കിട്ടുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം? അത്യാവശ്യം മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ആ സ്വയത്തിൽ ജീവിക്കുന്ന കാര്യം വന്നു. അങ്ങനെ വന്നപ്പോൾ പിന്നെ ഞാൻ നേരെ അങ്ങനെ അങ്ങ് പുതിയ നിയമം വഴി 2 കൊരിന്ത്യർ ലേഖനത്തിലേക്കും അങ്ങനെയൊക്കെ അങ്ങ് പോയി ഗൗരവമായ വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരികയായിരുന്നു. അതായത് എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചെന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കണം. അതായത് കർത്തൃത്വം ക്രിസ്തുവിന് കൈമാറണം. നിർബന്ധമാണ്. അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതം സാധ്യമല്ല. പെന്തക്കോസ് ജീവിതമൊക്കെ നടക്കും. പെന്തിക്കോസുകാരനാന്ന് പറഞ്ഞ് നടക്കാം. ഒരു ക്രിസ്തു ശിഷ്യനായിട്ട് ജീവിക്കണമെങ്കിൽ ലോർഡ്ഷിപ്പ് കൈമാറണം. അത് ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു. കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കേട്ടവരാണ്. ഇടയ്ക്കിടയ്ക്ക് ദൈവം തന്റെ ദാസന്മാരെ അയച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ലോർഡ്ഷിപ്പ് കൈമാറണം. നമുക്കായിട്ട് ജീവിക്കാൻ അവകാശമില്ല. കാരണം മരിച്ചു കിടന്ന നമ്മെ ജീവിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. അങ്ങനെ കിട്ടിയ ജീവിതമാണ്. കഴുത്തൊടിക്കാൻ പറ്റുന്നല്ലേ ഇന്നലെ പറഞ്ഞത്? കേട്ടായിരുന്നല്ലോ അല്ലേ? മറന്നുപോയോ? ഒറ്റ രാത്രി കൊണ്ട് അങ്ങനെ മറക്കരുത്. കഴുത്തൊടിക്കാൻ വെച്ചതാ നമ്മെ.
നമുക്ക് വേണ്ടിയാണ് ദൈവ കുഞ്ഞാടിനെ പകരം കൊടുത്തുകൊണ്ട് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ ആ സുവിശേഷത്തിലേക്ക് പതിയെ കയറി വന്നു. പിന്നെ അല്പം യാഗങ്ങളൊക്കെ തൊട്ടു നമ്മൾ. അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാനും അങ്ങ് ആത്മാവിൽ ഒരു സന്തോഷത്തിൽ തന്നെയാണ് ആ കാര്യങ്ങൾ പറഞ്ഞത്. എല്ലാ കാര്യങ്ങളും ആത്മാവിൽ സന്തോഷത്തിലാണ് പറയുന്നതെങ്കിലും നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത വൻകാര്യങ്ങളിലേക്ക് സംസാരം പോകുമ്പോൾ, ചിന്തകൾ പോകുമ്പോൾ അത് നമ്മെ ഉണർത്തുകയാണ്. അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടെന്നോ അവന്റെ ഉഴവുചാല് പോലെ ഉഴുതുമറിക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതെങ്ങനെ കേട്ടിരിക്കും? ഞാനൊരിക്കൽ ഞങ്ങളുടെ കൂട്ടായ്മയിലെ സഹോദരങ്ങളോട് പറയായിരുന്നു, റൂഷ് പ്രസംഗിക്കുമ്പോൾ ഒരു തുവാല കയ്യിലില്ലാതെ ഞാൻ പ്രസംഗിക്കാൻ ഭയപ്പെടുമായിരുന്നു. കാരണം പറയാൻ പറ്റില്ല, അതുപോലെ അത് കയ്യിൽ വേണം. കാരണം അതുപോലെയുള്ള കാര്യങ്ങളല്ലേ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തത്. അതൊക്കെ ധ്യാനിക്കുന്ന നിമിഷങ്ങളല്ലേ. ഇനിവേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതൊക്കെ നിങ്ങൾ കുറെ ഭാഗങ്ങൾ ഞാൻ പൂർത്തീകരിക്കാതെ അവിടെ കൊണ്ടുവന്നൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ പൂർത്തീകരിക്കണം. അതായത് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒരു അഡ്വൈസും കൂടെ തരികയാണ്. നിങ്ങൾ ദൈവസന്നിധി പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ കർത്താവെ, ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയുടെ അവസാനത്തെ 2 ദിനം ഒരു ഉപദേശീയ നീ അയച്ചല്ലോ, അങ്ങേര് വന്ന് ഞങ്ങളോട് പറയുകയാണ്, സ്വയത്തിനായി ജീവിക്കരുത്, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് അങ്ങനെ ജീവിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങളോട് സംസാരിച്ചതാണല്ലോ, അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും നിങ്ങൾ ഈ പുസ്തകമായിട്ട് ദൈവസന്നിധിയിൽ ചടഞ്ഞുകൂടി കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിശ്ചയമായും അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക്, എന്റെ ഉള്ളിൽ ഒത്തിരി കാര്യങ്ങളുണ്ട്, സമയക്കുറവുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തത്. ദൈവം നിങ്ങളോട് ഇടപെടും, സംസാരിക്കും. നമ്മൾ ഈ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളൊന്നുമല്ല, അതിലപ്പുറത്തേക്ക് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനപ്പുറത്തേക്ക് ഗൗരവമായ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലേക്ക് നമ്മൾ നടന്നു പോകേണ്ടതുണ്ട്. അപ്പോ അതൊക്കെ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കും. എനിവേ ലാസ്റ്റ് മെസ്സേജ് കൺക്ലൂഡ് ചെയ്ത സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞു, പകലത്തെ മീറ്റിംഗില്, അതായത് രാവിലത്തെ മീറ്റിംഗില് സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പറഞ്ഞത് ഇസ്രായേലുമായി ബന്ധപ്പെട്ട് അവരുടെ ക്യാമ്പ്, പാളയം മുന്നോട്ട് പോകുന്ന സമയങ്ങളില് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന ദൈവത്തിന്റെ തിരുനിവാസം, അതിലെ ഉപകരണങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കൈകാര്യം ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ സമയക്കുറവുണ്ട്, അങ്ങ് പൂർത്തീകരിച്ചില്ല, അങ്ങ് വിട്ടുകളഞ്ഞു. അപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന ഒരു കാര്യം വൈകിട്ടത്തെ അവസാനത്തെ വാക്യമായിട്ട്, വൈകിട്ടത്തെ സെക്ഷനിൽ അവസാനത്തെ വാക്യമായിട്ട് ആ വാക്യമാണ് പറഞ്ഞത്. അതായത് എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. ആ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ അവിടെ ഒന്നും നിൽക്കുന്നില്ല, ജസ്റ്റ് അടുത്തൊരു വാക്യം കൂടെ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആ വാക്യം വായിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പ്രസംഗിക്കേണ്ട കാര്യങ്ങളാണ്, നമ്മൾ കേൾക്കേണ്ട കാര്യങ്ങളുമാണ്. പക്ഷെ ഒരു ചില മിനിറ്റുകൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് തന്നെ പോവാം. എഫേസ്യ ലേഖനം 3-5. ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. ഇവിടെ പൂർവ്വകാലങ്ങൾ എന്ന് പറയുന്നത് ഏത് കാലമാണ്? മാളികമുറിക്ക് മുമ്പുള്ള കാലഘട്ടത്തെയാണ് ഇവിടെ പൂർവ്വകാലം എന്ന് പറയുന്നത്. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും എന്നല്ലേ വായിക്കുന്നത്. അവിടെ പറയുന്ന പ്രവാചകന്മാരെന്ന് പറയുന്നത് ആരെ കുറിച്ചാ? ഏത് പ്രവാചകനെ കുറിച്ചാ? പ്രവാചകന്മാരെന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒത്തിരി പ്രവാചകന്മാര്. ഏത് പ്രവാചകനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? പുതിയ നിയമത്തിൽ നമ്മൾ പ്രവാചകനെ കാണുന്നുണ്ട്, പഴയ നിയമത്തിലും പ്രവാചകനെ കാണുന്നുണ്ട്. ഈ വാക്യം പഠിക്കുമ്പോൾ ഏത് പ്രവാചകനെ കുറിച്ചായിരിക്കും പറഞ്ഞിരിക്കുന്നത്? ഏലിയാവ്, ഏലീശ, ഇരമ്യാവ്, അവരുടെ കാര്യമാണോ? അവരൊക്കെ പ്രവാചകന്മാരല്ലേ? സാമുവേൽ, പിന്നെ ആരാ? അങ്ങനെ ധാരാളം പ്രവാചകന്മാരുണ്ട്. അവരുടെ ആരുടെയും കാര്യമല്ല. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ഈ മർമ്മം പൂർവ്വകാലങ്ങളിൽ ആർക്കും മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ പൂർവ്വകാലങ്ങളിലല്ലേ ഈ പറഞ്ഞ ഇരമ്യാവ്, ഏലിയാവ്, ഏലീശ, അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് ഒക്കെ ജീവിച്ചത്? ഒറ്റ ഒരാൾക്ക് ഈ കാര്യം മനസ്സിലായില്ല. ഈ കാര്യത്തെക്കുറിച്ച് വെളിച്ചം വീശുന്ന ആദ്യത്തെ വാക്ക് തന്നെ പുറപ്പെട്ടത് ഫിലിപ്പിന്റെ കൈസരിയിലാണ്. ഞാൻ എന്റെ സഭയെ, അത് പൂർവ്വകാലങ്ങളിൽ ഒരു മനുഷ്യന് മനസ്സിലായില്ല. പൂർവ്വകാലങ്ങളിൽ ഒരു മനുഷ്യർക്ക് മനസ്സിലായില്ല. ആ കാര്യങ്ങൾ വെളിപ്പെട്ടത് എവിടെയാ? മാളികമുറിയിൽ. മാളികമുറി മീൻസ് മാളികമുറി മുതൽ, അങ്ങനെ പറയാം. ആ കാര്യങ്ങൾ മാളികമുറി മുതൽ വെളിപ്പെടുകയാണ്. തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും വിശുദ്ധ പ്രവാചകന്മാർക്കും. പുതിയ നിയമ സഭയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാണുകയാണ്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ എന്ന് നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിൽ കാണുന്നുണ്ട്. അങ്ങനെ ഒരു അടിസ്ഥാനത്തിൽ പുതിയ നിയമ സഭ പണിയപ്പെടുകയാണ്. അപ്പോ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയ കാര്യങ്ങൾ കൈമാറി തലമുറ കൈമാറി നമ്മുടെ കയ്യിലേക്കും വന്നു.
ഇന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്ത പരിശുദ്ധാത്മാവ് പല കാര്യങ്ങളും അങ്ങനെ കൈമാറ്റം ചെയ്തു വന്നിട്ടുണ്ട്, അല്ലേ? ഓറലായിട്ട് ഇങ്ങനെ ക്രിസ്തീയ സഭയുടെ ചരിത്രത്തിൽ അങ്ങനെയാ, ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് വഴി തെറ്റിപ്പോയിട്ടുണ്ട്, ഇടയ്ക്ക് ഇരുളിലേക്കും കടന്നുപോയി. അങ്ങനെയൊക്കെ പോയി ഗതി മാറി ഒഴുകിയൊക്കെ പോയെങ്കിലും കാലത്തിന്റെ തികവെങ്കിൽ വീണ്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം കടന്നു വന്ന്, അല്ലെ, 20-ാം നൂറ്റാണ്ടിന്റെ ആ ഒരു കാലഘട്ടത്തില് പെന്തക്കോസ്തിന്റെ ഉണർവ് ഒരു അഗ്നിജ്വാല പോലെ കത്തി അനേകരെ ഈ വഴിയിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. അതായത് ശരിയായ പൂർണ്ണ സുവിശേഷത്തിലേക്ക് ജനത്തെ മടക്കിക്കൊണ്ടുവന്ന് കൃപയുടെ സുവിശേഷം ഘോഷിക്കുന്ന ഒരു കാലം വന്നു. സത്യവിശ്വാസം തുറക്കപ്പെട്ടു. ശരിയാവണ്ണം ആളുകൾ ഇറങ്ങി തിരിച്ചു ഉപദേശത്തിന് വേണ്ടി. അങ്ങനെ ഒരു കാലഘട്ടം വന്നു. അപ്പൊ അതാണ് പൂർവ്വകാലങ്ങളിൽ, ഇതിങ്ങനെ നിന്ന് പറഞ്ഞ ഒത്തിരി മുന്നോട്ട് പോകും, ഞാൻ ചുരുക്കിയാണ്. അപ്പൊ പൂർവ്വകാലങ്ങളിൽ ആർക്കും മനസ്സിലായില്ലെന്നുള്ളത് ഇന്ന് ഉറപ്പിച്ചോണം. പൂർവ്വകാലങ്ങളിൽ ഒരു ഭക്തനും ശ്രേഷ്ഠനുമായ മനുഷ്യനാണ്, പുള്ളിയുടെ പേര് പറയാം, ദാവീദ്. മറ്റൊരാളുടെ പേരാണ് അബ്രഹാം. പഴയ നിയമത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ രണ്ടുപേര്. അവര് രണ്ടുപേരെക്കാളും വലിയ ആളെന്ന് പറയുന്ന ഒരു മൂന്നാമനുണ്ട്. പുള്ളിയുടെ പേരറിയാവോ? മോശയൊന്നും ഞാൻ പിടിക്കുന്നില്ല. ഈ രണ്ടുപേരെക്കാളും വലിയ ഒരാളെ കുറിച്ച് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പറയുന്നുണ്ട്. അതാരാന്ന് പറയാവോ? നോഹയൊന്നും 7 അയലൊക്കത്ത് വരില്ല. പഴയ നിയമത്തിലെ തലയെടുപ്പുള്ള 2 പേരാണ് അബ്രഹാമും ദാവീദും. പറയുമ്പോ അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ സന്തതിയായ, പുതിയ നിയമം തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? പുതിയ നിയമത്തിന്റെ പൂമുഖത്ത് നമ്മൾ കാണുന്ന ആരുടെ പേരാ? അബ്രഹാമിന്റെ സന്തതിയായ ദാവീദിന്റെ പുത്രനായ എന്ന് പറഞ്ഞല്ലേ മത്തായിയുടെ സുവിശേഷം തുടങ്ങുന്നത്. അവിടെ വേറെ ആരും ഇല്ലെന്നേ, മോശയും നോഹിയൊന്നും അവിടെ ഇല്ല. മൂന്നാമൻ യേശുക്രിസ്തു പറഞ്ഞ മൂന്നാമൻ ആരാന്ന ചോദ്യം. യോഹന്നാൻ സ്നാപകൻ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ വാക്യം വായിച്ചിട്ടില്ലേ? സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ. വാക്യമൊന്നും ഞാൻ എടുക്കുന്നില്ല, എന്റെ സമയം പോകും. കൊച്ചു കാര്യമല്ല, അത് വലിയ വലിയ കാര്യമാ. പറയുമ്പോ ഇങ്ങനെയാണ് ഈ പ്രസംഗം ഡീവിയേറ്റ് ചെയ്തു പോകുന്നത്. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ ആരാ? നാളിതുവരെ, അതായത് യേശു പറയുന്ന ആ സമയം പഴയ നിയമമാണ്, അല്ലാതെ പുതിയ നിയമം അല്ലാതെ. യേശുക്രിസ്തു സംസാരിക്കുമ്പോ അത് പുതിയ നിയമമാണോ? അല്ല, പഴയ നിയമ കാലഘട്ടം. ഇനി മണിക്കൂറുകൾ കഴിയുമ്പോൾ പുതിയ നിയമം സ്ഥാപിതമാകും. അതുവരെയുള്ള കാലഘട്ടത്തിൽ എല്ലാവരെയും നിരത്തി നിർത്തിയിട്ടാ പറയുന്നത്. അങ്ങ് ആദം മുതൽ നിരത്തി നിർത്തിയിരിക്കുക. ആദവിനെ കൂട്ടണ്ടല്ലേ? ആദവിനെ കൂട്ടണ്ട. ആദം സ്ത്രീയിൽ നിന്ന് വന്നതല്ല, അങ്ങനെ കൂട്ടാൻ പറ്റില്ല. അത് കഴിഞ്ഞുള്ളവരെയൊക്കെ കൂട്ടാം നമുക്ക്. ഓക്കെ, പഴയ നിയമത്തിലെ സകലരെയും നിരത്തി നിർത്തി. ഞാനൊരു ഭാവന പറഞ്ഞാ കേട്ടോ. പഴയ നിയമത്തിലെ സകലരെയും നിരത്തി നിർത്തിയിട്ടാ പറയുന്നത് ഇവരെല്ലാവരെക്കാളും വലിയവൻ യവനത്രേ. എന്നിട്ട് പറയാ, എന്നാൽ ദൈവരാജ്യത്തിലെ ഒരു ചെറിയവനോ ഇവനേക്കാളും വലിയവൻ. പഴയ നിയമത്തിലെ എല്ലാവരെക്കാളും വലിയവൻ ആരെന്നാ വായിച്ചത്? യോഹന്നാൻ സ്നാപകൻ. എന്നിട്ട് പറയാണ്, ദൈവരാജ്യത്തിൽ വീണ്ടും ജനിച്ചു വന്ന ഞാനും നിങ്ങളും യോഹന്നാനേക്കാളൊക്കെ എത്ര ഉയരത്തിലാണ്. പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ 7 അയൽവക്കത്ത് നിൽക്കാൻ കഴിയില്ല അവർക്കൊന്നും. പ്രോട്ടോകോൾ എന്ന് കേട്ടിട്ടില്ലേ? പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ ഇരിക്കുന്നിടത്ത് ചുമ്മാ ഒരു പോലീസുകാരന് പോയി നിൽക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞതുപോലെയാണ് ഇതൊക്കെ. പുതിയ നിയമ ക്രിസ്ത്യാനികള്, വിശേഷിച്ച് ഈ പെന്തിക്കോസുകാരെന്ന് അറിഞ്ഞായിരുന്നെങ്കിൽ അബ്രഹാമിന്റെ തൊഴുത്തിന്റെ മുമ്പിൽ പോയിരുന്ന് വെള്ളം ഇറക്കുവോ? അബ്രഹാം ഇന്ന് ഈ പ്രസംഗം കേട്ട് കോരിത്തിരിക്കുക. സ്വർഗത്തിലിരുന്ന് എന്റെ ദൈവമേ, ഇവന്മാരുടെ കണ്ണ് എന്നാ തുറക്കുന്നത്? എനിക്കൊന്നും വെളിപ്പെടാത്ത മർമ്മങ്ങളായി ഇവർക്ക് തുറന്നു കിട്ടിയിരിക്കുന്നത്. ക്രിസ്തു എന്ന ദൈവമർമ്മം, അത് അവർക്കാർക്കും വെളിപ്പെട്ട് കിട്ടിയോ? ക്രിസ്തു എന്ന ദൈവമർമ്മം ഭയങ്കര വെളിപ്പാടല്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഈ മൺകൂടാരത്തിൽ വസിക്കുന്നു. ഏതെങ്കിലും പെന്തക്കോസ്ത് കൺവെൻഷനിൽ ഇതൊക്കെ പോയി പ്രസംഗിച്ച ആളുകൾ ആത്മാവിലാവോ? ഒരാത്മാവിലാവില്ല. ഞാൻ അനുഭവത്തിൽ നിന്നേ പറയുന്നത്. വലിയ സങ്കടം തോന്നാറുണ്ട്. സ്വർഗീയ മർമ്മങ്ങൾ പറയുമ്പോൾ, സ്വർഗീയ മർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് മനുഷ്യനെ സ്വാധീനിക്കുന്നില്ല. പിന്നെ എന്ത് പ്രസംഗിക്കും നമ്മള്? ഈ പുസ്തകത്തിൽ ഏറ്റവും ഘനമേറിയ ഒരു കാര്യമല്ലേ, നമ്മെ സംബന്ധിച്ചൊരു കാര്യമല്ലേ ഇപ്പൊ പറഞ്ഞത്? നാമുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ. അവരെല്ലാം കുഞ്ഞാടിന്റെ കാന്തയുടെ മുമ്പാകെ പഞ്ചമുച്ച മടക്കി നിൽക്കും. കുഞ്ഞാടിന്റെ കാന്ത വരിക, കുഞ്ഞാടിന്റെ കാന്തയെ കാണിച്ചു തരാമെന്ന ദൂതൻ യോഹന്നാനോട് പറഞ്ഞത് അല്ലേ? കുഞ്ഞാടിന്റെ കാന്തയെ, ആ കാന്തയെന്ന് പറയാ, എനിക്കിതിലൊന്നും വലിയ രസമില്ല കർത്താവേ, എനിക്ക് അബ്രഹാമിന്റെ തൊഴുത്തിലെ ആടും മാടും എനിക്ക് വേണം.
ഞാൻ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പ്രവാചകനെയും വിളിക്കും. എനിക്ക് വേണം. ഞാൻ അളവ് പറഞ്ഞ് പ്രാർത്ഥിക്കും. എനിക്ക് കറുത്ത ആടിനെ വേണം, വെളുത്ത ആടിനെ വേണം, 5 അടി 2 ഇഞ്ച് പൊക്കമുള്ള ആടിനെ വേണം. അങ്ങനെയല്ലേ? അങ്ങനെ കണ്ടാ കേട്ടിരിക്കുന്നത്. ചിലർക്ക് മനസ്സിലായി, ചിലർ ചിരിക്കുക. എനിക്ക് 2 അടി 5 ഇഞ്ച് പൊക്കമുള്ള കുതിരയെ വേണം. നോക്കണം, പിശാച് തേർവാഴ്ച നടത്തുക. വേറൊരു വാക്യമല്ലേ, എബ്ബേസ് തന്റെ സഹോദരന്മാരെക്കാൾ മാനിക്കപ്പെട്ടെന്ന്. എബ്ബേസിന്റെ അതിര് എവിടം മുതൽ എവിടം വരെയാ സഹോദരങ്ങളെ? എബ്ബേസിന്റെ അതിന് ഇത്രയേ ഉള്ളൂ. എബ്ബേസ് നമ്മുടെ മുമ്പിൽ നിൽക്കുവോ? അത് പഴയ നിയമത്തിലൊരു സംഭവമാണ്. അതെടുത്ത് വെച്ചിട്ടല്ല നമ്മളോട് സംസാരിക്കേണ്ടത്. നമ്മളോട് പുതിയ നിയമത്തിന്റെ ആഴം പഠിപ്പിക്കണം. അതിനുവേണ്ടി പഴയ നിയമം തുറക്കാം, അതല്ലാതെ തുറക്കാൻ പാടില്ല. ഓക്കെ, പ്രസംഗം മാറിപ്പോവുക. നമ്മുടെ ഡാൻസ് ഇന്നും പെൻഡിങ്ങിലാവുന്നത് പേടിയാ. അപ്പൊ പൂർവ്വകാലങ്ങളിൽ ഇവർക്കെല്ലാം ഇത് മറഞ്ഞിരുന്നു. ഒരു വാക്യോടെ വായിക്കാം, അതുകൂടെ വായിച്ച ആ ഭാഗം വിടാം. റോമാലേഖനം 16-ാം അധ്യായം, റോമൻസ് ചാപ്റ്റർ 16, അതിന്റെ അവസാനത്തെ 2 വാക്യം 24-25. റോമൻസ് ചാപ്റ്റർ 16. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാടിന് അനുസരണമായുള്ള എന്റെ സുവിശേഷത്തിനും യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിനും ഒത്തവണ്ണം നിങ്ങളെ സ്ഥിരപ്പെടുത്തുവാൻ കഴിയുന്ന ഏകജ്ഞാനിയായ ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം എന്നത്തേക്ക് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. 2 വലിയ വാക്യങ്ങൾ. അതങ്ങനെ വായിച്ചു പോയാൽ പെട്ടെന്നൊന്നും പിടികിട്ടില്ല. നിന്ന് മുറിച്ച് ഡിസെക്ട് ചെയ്ത് പുറത്തെടുത്ത് അത് കടിച്ച് ചവച്ചരച്ച് ഭക്ഷിച്ചിറക്കണം. എങ്കിലേ അതിന്റെ ശക്തിയും ബലമൊക്കെ അകത്തേക്ക് പോകത്തുള്ളൂ. ചുമ്മാ വിഴുങ്ങി നോക്കുവോ? അങ്ങനെയല്ലേ നമ്മൾ പറയുന്നത്? കുട്ടികളോട് പറയില്ലേ ചുമ്മാ വിഴുങ്ങരുത്, പിന്നെ എന്ത് ചെയ്യണം? ചവച്ചരച്ച് ഭക്ഷിക്കണമെന്ന്. അതുപോലെ ഇതെല്ലാം മുറിച്ച് ചവച്ചരച്ച് ഭക്ഷിക്കുമ്പോഴാണ് തലയെടുപ്പോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇന്നലെ പറഞ്ഞ പോലെ കോഴിക്ക് വസന്തം വന്ന പോലെ ഇരിക്കും. ഇത് ചവച്ചരച്ച് ഭക്ഷിക്കണം. ദഹനത്തിനായിട്ട് ആത്മാവിന്റെ നദിയിലേക്ക് അങ്ങ് ഇറങ്ങണം. ഇത് രണ്ടും ഇതെല്ലാം ബാലൻസ് ചെയ്തോണം. അല്ലാതെ ഞങ്ങൾ വചനം ധ്യാനിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. ആ വചനധ്യാനം നമ്മെ എങ്ങോട്ട് നയിക്കണം? മാൻനീർ തോടുകളിലേക്ക് നയിക്കണം. ഇതെല്ലാം ബാലൻസ് ചെയ്തു പോകണം. ചിലരെ സംബന്ധിച്ച് നീർത്തോടിൽ എപ്പോഴും കിടക്കുക, അവരിത് തുറക്കൂല. അവരിങ്ങനെ നീർത്തോടി കിടന്ന് നീന്തിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? ചിലരെ സംബന്ധിച്ച് അവരിങ്ങനെ തുറന്നു വെച്ച് എപ്പോഴും വായനയാണ്, കുനിഞ്ഞിരുന്ന് വായനയാണ്. ഇതെല്ലാം ബാലൻസ് ചെയ്തു പോകണം. അതാണ് ക്രിസ്തീയ ജീവിതം. ഓക്കെ, വായിച്ച പ്രകാരം പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, കാൽമുറിക്ക് ശേഷം അങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ മാളിമുറിക്ക് ശേഷം ഏത് കൂട്ടാം. ഇപ്പോൾ വെളിപ്പെട്ട് വന്നതും നിത്യദൈവത്തിന്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാട്. ഇവിടെ പ്രവാചകൻ എന്ന് പറയുന്നത് ഏത് പ്രവാചകന്റെ കാര്യമാണ്? എഫേസ്യ ലേഖനത്തിൽ പ്രവാചകനെ കണ്ടു, റോമാലേഖനത്തിൽ പ്രവാചകനെ കണ്ടു. എങ്ങനെയാ കണ്ടത്? സകല ജാതികൾക്കും വിശ്വാസത്തിന്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിന്റെ വെളിപ്പാട്. ഇവിടെ പറയുന്ന പ്രവാചകൻ ആരാ? പഴയ നിയമ കാലഘട്ടത്തിലെ സകല പ്രവാചകന്മാരെ ഉദ്ധരിച്ചാണ് ഇവിടെ പ്രവാചകന്മാരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എല്ലാ പ്രവാചകനെയും കൂട്ടണ്ട. നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, തിരുവെഴുത്തുകളെ എഴുതാൻ നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ, അവരെല്ലാം എഴുതി വെച്ച കാര്യങ്ങൾ, പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം എഴുതി വെച്ച കാര്യങ്ങളെയെല്ലാം മർമ്മം എന്നാണ് ഇവിടെ വായിക്കുന്നത്. അല്ലേ? മോശ മുതലുള്ളവരെല്ലാം പ്രവാചകന്മാരാണ്. മോശ ഒരു ഗംഭീര പ്രവാചകനല്ലേ? മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, അതായത് 5 പുസ്തകങ്ങൾ, അതൊക്കെ ഒരു ക്രിസ്ത്യാനി പഠിക്കണം. ചില ആൾക്കാർ ഇരുന്ന് കളിയാക്കും. അവര് മോശ, ദാവീദ്, പിന്നെ ഏലിയാവ്, ഗോലിയാത്ത് എന്നൊക്കെ പറഞ്ഞ്. അതും നമ്മുടെ ഇടയിൽ ചില പാളിച്ചകളാ. 24 മണിക്കൂറും ഗോലിയാത്തും ദാവീദും എന്ന് പറഞ്ഞ് അങ്ങനെയല്ല പോകേണ്ടത്. ഇത് ചേർത്ത് വെച്ച് പഠിക്കണം. ഈ പഴയ നിയമം പുതിയ നിയമം എന്ത് ചെയ്യണം? ചേർത്ത് വെച്ച് പഠിക്കണം. എല്ലാത്തിന്റെ കൺക്ലൂഷൻ പുതിയ നിയമത്തിലായിരിക്കണം. അതായത് ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവന്റെ ഒരു കാല് പുതിയ നിയമത്തിൽ ഉറച്ചു നിൽക്കും, മറ്റേ കാലുകൊണ്ട് അവൻ എങ്ങോട്ട് ഇറങ്ങിപ്പോകും? പഴയ നിയമത്തിലേക്ക് ഇറങ്ങിപ്പോകും. ആ ഇറങ്ങിപ്പോകുന്ന പോക്കിലാണ് നമ്മൾ ഈ അബ്രഹാമിന്റെ വീടിന്റെ അതിലേക്ക് പോകുന്നത്. പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ കണ്ടിട്ട് അങ്ങനെ നിൽക്കരുത്, തിരിച്ചു പോകണം പുതിയ നിയമത്തിലേക്ക്. അവിടെ എല്ലാം കണ്ടു കേട്ട് ഇതെല്ലാം പഠനത്തിനാണ് നമുക്ക് ഈ 39 പുസ്തകം തന്നിരിക്കുന്നത്. അവിടെയെല്ലാം മറഞ്ഞിരിക്കുന്ന ആരാ? ക്രിസ്തു ആണെന്നല്ലേ പറഞ്ഞത്? അതല്ലേ വായിക്കുന്നത്? അവിടെ സുവിശേഷം എന്ത് ചെയ്തിരിക്കുക? മറഞ്ഞിരിക്കുകയാണ്. ആ മറഞ്ഞിരിക്കുന്ന സുവിശേഷം കാൽവറിയിലാണ് തുറക്കപ്പെട്ടത്. അതിന്റെ ശരിയായ വെളിപ്പാട് ലഭിച്ചത് മാളിക മുറിയിലാണ്. സൂചന കിട്ടിയില്ലേ വാക്യത്തിൽ നിന്ന്?
ഇനി ഞാൻ ആ സംഖ്യാപുസ്തകത്തിലെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു വിട്ടേക്കാം. അതായത് സംഖ്യാപുസ്തകം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് ഇസ്രായേലിന്റെ ക്യാമ്പ് ഇങ്ങനെ യാത്ര ചെയ്ത് മുൻപോട്ട് പോകുമ്പോൾ ഈ 2 വാക്യം ഓർമ്മയിലിരിക്കണം കേട്ടോ, നോട്ട് ചെയ്തോണം. അപ്പൊ അങ്ങനെ ഇസ്രായേലിന്റെ ക്യാമ്പ് മുൻപോട്ട് പോകുന്ന സമയത്ത് കെഹാത്യർ വന്ന് ഇതൊക്കെ ചുമന്നുകൊണ്ട് പോകുന്ന കാര്യം പറഞ്ഞു. അപ്പൊ അതിന്റെ ആദ്യപടി എന്നോണം മേഘം നീങ്ങുമ്പോൾ മഹാപുരോഹിതനായ അഹ്റോനും അവന്റെ പുത്രന്മാരും വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വന്ന് തിരശ്ശീല അഴിച്ച് പെട്ടകം മൂടും. പെട്ടകം മൂടിയിട്ട് പിന്നെ അതിന് മുകളിൽ തകശത്തോലിടും, അതിന് മുകളിൽ നീലശീല ഇടും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത്. മുൻപോട്ട് പോകുമ്പോൾ ആ തണ്ട്, അതായത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയില്ലെന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാൻ പറയുന്നത്. ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, പുതുതായിട്ട് കേൾക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ നിലയിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഇവര് മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം ചുമന്നുകൊണ്ട് പോകുന്ന കാര്യം. ഈ 4-ാം അധ്യായത്തില് പെട്ടകം മാത്രമല്ല, അതിനകത്തുള്ള എല്ലാ ഉപകരണങ്ങളും, അതായത് അതിവിശുദ്ധമായ ഉപകരണങ്ങൾ, ഈ സമാഗമന കൂടാരം എന്ന് പറയുന്ന ആ സംവിധാനം, അത് മുഴുവനും ചുമന്നുകൊണ്ട് പോകണം. അതിന്റെ പലകയാകട്ടെ, അതിന്റെ മൂടുശീലകളാകട്ടെ, മറ്റു കാര്യങ്ങളാകട്ടെ, അതൊക്കെ കാളവണ്ടിയിൽ ചുമന്നുകൊണ്ട് പോകാം. ചുമന്നുകൊണ്ട് പോകല്ലോ, അതൊക്കെ കാളവണ്ടിയിൽ കയറ്റി കൊണ്ടുപോകാം. അതേസമയം മോസ്റ്റ് ഹോളി തിങ്സ് എന്ന് പറയുന്ന അതിവിശുദ്ധമായ ഉപകരണങ്ങളുണ്ട്. ഗൂഗിൾ അതിൽ സെർച്ച് ചെയ്ത പിക്ചർ കാണാം. ഈ കെഹാത്യർ ഇത് ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഒരു നീല ശീലയിട്ടത് കവർ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും നമ്മൾ കാണേണ്ട ഒരു പടമാണ്. നമ്മുടെ എല്ലാം മനസ്സിലിരിക്കുന്നത്. കാരണം ഈ പഴയ നിയമത്തിൽ ഇങ്ങനത്തെ ടോപ്പിക്കുകൾ അധികം പ്രസംഗിക്കപ്പെടാത്തതുകൊണ്ട് പുതുതായിട്ട് വിശ്വാസി വരുന്ന ആളുകളെ സംബന്ധിച്ച് അത് വായിക്കുമ്പോൾ പെട്ടെന്ന് ഉള്ളിലേക്ക് വരുന്ന എന്താ, അവർ പെട്ടകമായിട്ട് അങ്ങനെ ചുമന്നുകൊണ്ട് നടന്നുപോയി എന്നുള്ള നിലയിലൊക്കെ ചിന്തിക്കും. എന്നാൽ അങ്ങനെയല്ല. ഈ പെട്ടകം ഒരു മനുഷ്യ കുഞ്ഞും കാണുന്നില്ല. മഹാപുരോഹിതൻ മാത്രമേ ഈ പെട്ടകം കണ്ടിട്ടുള്ളൂ. പുരോഹിതന്മാർ പോലും കണ്ടിട്ടില്ല. ഇനി വിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഉപകരണങ്ങളോ, അത് മഹാപുരോഹിതനും പുരോഹിതന്മാരും മാത്രമേ കണ്ടിട്ടുള്ളൂ. 12 ഗോത്രവും കണ്ടിട്ടില്ല. എല്ലാം മൂടിയിട്ടിരിക്കുക. ഇനി അവരെവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന ടാബർനാക്കിളിന്റെ പിക്ചറാണ്. അപ്പൊ ഈ പിക്ചറിലേക്ക് നോക്കുമ്പോൾ ഒരു കറുത്ത മൂടുശീലയിട്ട് മൂടിയിട്ടിരിക്കുന്ന കണ്ടില്ലേ? അതിനകത്ത് 48 പലകയുണ്ട്. 48 പലക. ഒരു സൈഡിൽ 20, മറു സൈഡിൽ 20, ബാക്കിൽ 8, അല്ലെങ്കിൽ ബാക്കിൽ 6, പിൻ സൈഡിൽ പടിഞ്ഞാറ് വശത്ത് 6 പലകയും 2 കോണിൽ ഓരോന്നും, അങ്ങനെ 8. അപ്പോ 48 പലകയുണ്ട്. ആ 48 പലകയുടെ മുകളില് 4 മൂടുശീലയും കൂടെ വരികയാണ്. കർട്ടൻസ് 4 മൂടുശീലയും കൂടെ വന്ന് കവർ ചെയ്യുകയാണ്. അപ്പൊ അതിനകത്തിരിക്കുന്ന കാര്യങ്ങളൊന്നും 12 ഗോത്രക്കാർ എന്ത് ചെയ്തില്ല, കാണുന്നുണ്ടോ? അതിനകത്തിരിക്കുന്ന ഉപകരണങ്ങളൊന്നും ഒരു ഇസ്രായേലിനും കാണാൻ കഴിയില്ല. അതെല്ലാം മറച്ചു വെച്ചിരിക്കുകയാണ്. ഇതിൽ മർമ്മം, ഇപ്പൊ വായിച്ച റോമാലേഖനം, ഇന്നലെ വായിച്ച എഫേസ്യ ലേഖനം, ഈ 2 വാക്യത്തിലൂടെ നമ്മൾ കണ്ട കാര്യമാണ്. ഇതെല്ലാം പൂർവ്വകാലങ്ങളിൽ എന്ത് ചെയ്തിരിക്കുന്നു, മറച്ചിരിക്കുന്നു. ഇനി സുവിശേഷത്തിലൊരു വാക്യം കൂടി ഉണ്ട് കേട്ടോ. അത് നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്യമാണ്. അതായത് ഈ കാര്യങ്ങളെ കുറിച്ച് ഏറിയ രാജാക്കന്മാരും ഏറിയ പ്രവാചകന്മാരും കാണാനും കേൾക്കാനും, കണ്ടോ, നിങ്ങളുടെ ഉള്ളിലുണ്ടത്. ഏറിയ രാജാക്കന്മാരും ഏറിയ പ്രവാചകന്മാരും കാംക്ഷിച്ചിരുന്നു. പക്ഷേ അവർക്കെല്ലാം ഇത് മറഞ്ഞിരിക്കുകയാണ്. കേവലം മുക്കുവർക്ക് ഇത് തുറന്നു കൊടുക്കുകയാണ്. അതിൽ ഒരുവനാ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, നീ വന്ധ്യനായവന്റെ പുത്രനായ മെശിഹായത്രേ. അതിലൊരുവനല്ലേ പറഞ്ഞത്, നീ വന്ധ്യനായവന്റെ പുത്രനായ മെശിഹ. അപ്പോഴാ പറഞ്ഞ, ഈ വെളിപ്പാടിൽ ഞാൻ എന്റെ സഭയെ പണിയും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ സഭയെ പണിയും. അപ്പൊ അതിൽ ഏറിയ രാജാക്കന്മാരും ഏറിയ പ്രവാചകന്മാരും എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? നമ്മളീ പറയുന്ന എല്ലാ പുള്ളികളും അതി വരില്ലേ? ഈ 39 പുസ്തകത്തിനുള്ള സകലരും അതി വരില്ലേ? അതിലെത്രയോ രാജാക്കന്മാരുണ്ട്, അതിലെത്രയോ പ്രവാചകന്മാരുണ്ട്. ഇങ്ങനെ ജ്വലിച്ചു നിൽക്കുന്ന ഏലിയാവും, പിന്നെ നോക്കാൻ തന്നെ നമ്മൾ പേടിക്കുന്ന യോഹന്നാൻ സ്നാപകനും ഒക്കെ അവിടെ നിൽപ്പുണ്ട്. യോഹന്നാൻ സ്നാപകൻ ഒരു ഇച്ചിരി തുറന്നു കെട്ടി. അന്നേരം ആ പുള്ളി പറഞ്ഞത്, മണവാട്ടിയുള്ളവൻ മണവാളൻ എത്രയെന്ന്. അത്രേ പുള്ളിക്ക് ഇവിടെ കിട്ടിയുള്ളൂ. മണവാട്ടിയുള്ളവൻ മണവാളൻ എത്ര. അബ്രഹാമിന് ഒരു ഇച്ചിര കിട്ടി. അതിന് ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മുടെ ആളുകൾക്ക് മനസ്സിലാകാൻ. ഇപ്പൊ നമ്മുടെ സഹോദരനെ വാതിൽ തുറന്ന് കയറി വന്നു അല്ലേ? നമ്മുടെ സഹോദരൻ വാതിൽ തുറന്ന് കയറി വന്നു. ആ വാതിൽ ഇങ്ങനെ തുറക്കുമ്പോൾ അതിന്റെ വിജാഗിരിയുടെ ഇടയിലൂടെ ഒരു ഇച്ചിര വെളിച്ചം കടന്നു വരും. നമ്മളിവിടെ മൊത്തത്തിൽ ഇരുട്ടിലായിരുന്നു എന്ന് വിചാരിക്കുക, പുറത്ത് വെളിച്ചമുണ്ട്. അപ്പൊ ആ വാതിൽ പതിയെ തുറന്നപ്പോൾ ആ വിജാഗിരിയുടെ വിടവിലൂടെ എന്ത് കടന്നു വന്നു? ഒരു ഇറ്റ് വെളിച്ചം. ആ വെളിച്ചം കടന്നു വന്നപ്പോഴാണ്, അല്ലാതെ വാതിൽ മലർക്കെ തുറന്നല്ല, ഒരു ഇറ്റ് വെളിച്ചം വന്നപ്പോഴാണ് അബ്രഹാം പറഞ്ഞത്, ഓ ഭയങ്കരം, ദൈവം ശില്പിയായി നിർമ്മിക്കുന്നതും അടിസ്ഥാനമുള്ളതുമായ നഗരം. ആ നഗരത്തിന് അകത്ത് പ്രവേശനമില്ലാത്തയാൾ അബ്രഹാം, അതിന്റെ പ്രാകാരത്തിലിരിക്കേണ്ടവനാണ് അബ്രഹാം.
ആ നഗരം എന്ന് പറയുന്നതാണ് പുതിയ നിയമസഭ. ആ നഗരം എന്ന് പറയുന്നത് എന്താ? അതാണ് പുതിയ നിയമസഭ. ആ നഗരത്തിന്റെ പണി തുടങ്ങിയതെന്ന മാളികമുറിയിൽ അതിന്റെ മൂലക്കല്ല് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ എന്ന ഗണത്തിൽ പുതിയ നിയമസഭ പണിയപ്പെടുകയാണ്. ഒരു ചെറിയ വെളിച്ചം, ഒരു മിന്നൽ മാത്രമേ കിട്ടിയുള്ളൂ. ആ മിന്നൽ കിട്ടിക്കഴിഞ്ഞിട്ട് എബ്രായ ലേഖനത്തിൽ ഏറ്റവും മനോഹരമായ ഒരു അധ്യായമാണ് 11-ാം അധ്യായം. ആ 11-ാം അധ്യായത്തിലെ വിലപ്പെട്ട വാക്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ സമൂഹത്തിൽ അധികം പേര് പ്രസംഗിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അബ്രഹാമിനെ കുറിച്ച് വാതോരാതെ ഉൽപ്പത്തി പുസ്തകത്തിൽ പോയി പ്രസംഗിക്കും. എന്നാൽ ഈ എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നിന്ന് അധികം പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ല. ആ 11-ാം അധ്യായത്തില് അതിന്റെ 9-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് നിന്ന് പോലെ പാർത്തു എന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് 13-ാം വാക്യം മുതൽ ആ 13-ഉം 14-ഉം ഒന്ന് വായിച്ചേ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിമന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. 15-16 കൂടെ ചേർത്ത് വായിച്ചു. അവർ വിട്ടുപോയതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവർ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആ നഗരത്തിന്റെ പഠനമൊന്നും പഴയ നിയമത്തിലില്ല. അതിന്റെ പഠനമൊക്കെ വരുമ്പോൾ പുതിയ നിയമത്തിലേക്ക് വരണം. പഴയ നിയമത്തിലുണ്ട്, നിഴലായി പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എന്നാൽ ആ നഗരത്തെ കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടുകളാണ് സുവിശേഷങ്ങളിലൂടെ പിന്നെ ലേഖനങ്ങളിലൂടെ നമ്മുടെ മുമ്പിൽ തുറന്നു വരുന്നത്. സഭയെക്കുറിച്ചുള്ള ഉപമാനങ്ങൾ പഠിക്കുമ്പോൾ വിവിധ ഉപമാനങ്ങളുണ്ട്. സഭ ദൈവത്തിന്റെ ആലയം, അത് ഗംഭീരമായൊരു വിഷയമാണ്. അടുത്തത് സഭ കുഞ്ഞാടിന്റെ കാന്ത അഥവാ മണവാട്ടി. പിന്നെ എന്താ? ദൈവത്തിന്റെ നഗരം, കൂടാരം, ദൈവത്തിന്റെ കൃഷി, തോട്ടം എന്നൊക്കെയുള്ള നിലയിൽ ഇങ്ങനെയാണല്ലോ വിവിധ ഉപമാനങ്ങൾ നമ്മൾ പഠനത്തിലേക്ക് എടുക്കുന്നത്. അതിലൊന്നാണ് ദൈവത്തിന്റെ നഗരം എന്നുള്ള വിഷയം. ദൈവത്തിന്റെ നഗരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പഴയ നിയമമൊക്കെ ആയിട്ട് ചേർത്ത് വെച്ച് പല കാര്യങ്ങളും പറയും. ഓക്കെ, ഈ വായിച്ച ഭാഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടു. അവര് അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ, ഇത് ഈ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ കാക്ഷിക്കുന്ന സമയത്ത് തന്നെ അബ്രഹാമിന്റെ തൊഴുത്തിൽ എന്തുമാത്രം ആടുമാട് താൽക്കാലിക സമ്പത്തുകളാണ്. ഇതെന്താ ധ്യാനിച്ചാ നമ്മുടെ ഉള്ളിൽ കത്താത്തത്? ഈ സാധനം തൊഴുത്തിലിരിക്കുമ്പോ 318 അഭ്യാസികൾ ചുറ്റും നിൽക്കുക. ഇതെല്ലാം നിൽക്കുമ്പോൾ അവരതിലൊന്നും കാക്ഷിച്ചില്ല, അതിലൊന്നും പ്രശംസിച്ചില്ലെന്ന്. അത് പ്രശംസിച്ചോ? പിന്നെ എന്തിനാ പ്രശംസിച്ചത്? അവർക്ക് ലഭിക്കപ്പെട്ട നേരിയൊരു വെളിപ്പാടിൽ. ആ നേരിയ വെളിപ്പാട് അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനും ഇസഹാക്കിൽ നിന്ന് യാക്കോബിനും എന്ത് ചെയ്തു? അങ്ങനെ പകർന്നു കൊടുക്കുന്നല്ലേ വായിക്കുന്നത്. ആ ബോധ്യത്തിലേക്ക് വന്നപ്പോൾ അബ്രഹാമിനെ കുറിച്ച് പറയുന്ന ദൈവത്തിന്റെ സ്നേഹിതനെന്നാണ്. അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം പിന്നീട് വേണമെങ്കിൽ ലോത്തിനെ പോലെ ഒരു ഒന്നാന്തരം ഒരു ബംഗ്ലാവൊക്കെ പണിയാം. നമ്മുടെ പാസ്റ്റർമാരെയൊക്കെ വിളിച്ചിട്ട് ഒരു സ്വർണ്ണ പാത്രത്തിൽ ഒരു സ്വർണത്തിന്റെ താക്കോലൊക്കെ വെച്ച് അങ്ങനെ ഒരു വീട് കൂതാശ ഞാൻ കണ്ടു. ഒരു പെന്തിക്കോസുകാരൻ ഒരു വീട് കൂതാശ. ആ റാന്നി ഭാഗത്ത് ഒരു സ്വർണ്ണപാത്രം, അതിനകത്തൊരു സ്വർണ്ണ താക്കോല്, വെള്ളയൊക്കെ ഇട്ട ധാരാളം പാസ്റ്റർമാർ വന്ന് 2-3 കോടിയും കണ്ട ഇതിന് മുടക്കുണ്ട് അന്നത്തെ കാലത്ത്. ഇപ്പൊ എത്രയുണ്ടെന്ന് ആർക്കറിയാം. ഇങ്ങനെ ഇട്ട് തുറക്കുന്നു, ഇങ്ങനെ ഇട്ട്. അബ്രഹാമിനും ഇതിനേക്കാൾ വലിയ വീട് പണിയാമായിരുന്നു. പക്ഷെ ഈ വെളിപ്പാട് അകത്തേക്ക് വന്നപ്പോ ഉണ്ടല്ലോ, എല്ലാം താൽക്കാലികം. ഈ കാണുന്ന ഭൂമി, ആകാശം എല്ലാം പഴകിയ വസ്ത്രം പോലെ ചുരുട്ടിക്കളയും, അല്ലേ? ഈ ഭൂമിയെ ചുരുട്ടിക്കളയും. ആകാശം പുക പോലെ പോയി പോകും, അതിലെ നിവാസികൾ കൊതുക് പോലെ. വായിച്ചിട്ടില്ലേ അത്? ആ യെശയ്യാവിന്റെ പുസ്തകത്തിലുണ്ട്. അതിലെ നിവാസികൾ കൊതുക് പോലെ ചത്തുപോകുന്നു. പക്ഷെ നാമോ അങ്ങനെ ജാഗരമുള്ളവരല്ല. മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് വന്ന നാം ഇവിടെ അന്യരും പരദേശികളുമാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന നഗരമില്ല. ആകയാൽ ക്രിസ്തുവിന്റെ നിന്ന ചുമന്നുകൊണ്ട് ഓളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. സത്യക്രിസ്ത്യാനിക്ക് ഇവിടെ കഷ്ടങ്ങളുണ്ട്, നിന്ദകളുണ്ട്, ഉപദ്രവങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. പക്ഷേ നമുക്കായി ഒരു നഗരം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതല്ലേ നമ്മുടെ പ്രത്യാശ, അല്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞു, ഇവിടെ ഇരിക്കുന്ന ആർക്കും പ്രശ്നങ്ങളില്ലാത്തവരല്ല. നിങ്ങളുമായി ബന്ധപ്പെട്ട പലരുമായി ബന്ധപ്പെട്ടൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. അതല്ലേ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത്? അതൊക്കെ സത്യമാ. അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അതെല്ലാം മറന്നു കളഞ്ഞിട്ട് വചനത്തിലേക്ക് വരുന്നത്, നിങ്ങളുടെ വചനത്തിലേക്ക് കൊണ്ടുവരുന്നത്. ആ നഗരം എന്റെ ഒരു ഡ്രീമാണ്. ആ നഗരത്തിന്റെ കല്ലുകൾ 12 വിധ രത്നങ്ങളാലാണ്. അതിലെ ഓരോ രത്ന
രത്നങ്ങളും ആകേണ്ടവരാ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഒന്നും രത്നമാണെന്നൊന്നും ഞാൻ പറയില്ല. കാട്ടുകല്ലുകളായിരുന്നു ഇതൊക്കെ, കാട്ടുകല്ലുകൾ. ഞാനും നിങ്ങളും കാട്ടുകല്ലുകളായിരുന്നു. ആ കാട്ടുകല്ലുകളെ വെട്ടിയെടുത്തുകൊണ്ട് വന്നു. അവന്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ജീവൻ വെച്ചു. ജീവനുള്ള കല്ലുകളായി തീർന്നു. ആ കല്ലുകളെ ഇനി മനോഹരമായ കല്ലുകൾ എന്ന നിലയിൽ പണിയണം. ഇപ്പൊ പണി നടക്കേണ്ട കാലമാണ്. അങ്ങനെ പണത് തീയിലൂടെ വെള്ളത്തിലൂടെ ഒക്കെ കടത്തിവിടും. ഒടുക്കം ആ പ്രോസസ്സുകളുടെ ഒടുവിൽ പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് വലിയ പ്രോസസ്സുകളൊക്കെ നടക്കണമെന്ന് പറഞ്ഞ ചില കാര്യപരിപാടികളൊക്കെ നടക്കണമെന്നല്ലേ? ഈ കാര്യപരിപാടികളൊക്കെ നടക്കുമ്പോൾ നമ്മളിതെടുത്തിട്ട് ഇങ്ങനെ അടൂരിലെ പ്രവാചകൻ അല്ലെ കൊട്ടാരക്കരയിലെ പ്രവാചകൻ, ഇവന്റെ ഫോൺ നമ്പർ എന്തിനാ തപ്പുന്നത്? സഭയായിട്ട് എന്തിനാ തപ്പുന്നത്? നമ്മൾ അബദ്ധം പറ്റി ഒഴുകി വന്നവരാണോ? ആണോ? തമ്പുരാൻ വെട്ടിയെടുത്തോണ്ട് വന്നതല്ലേ? തമ്പുരാൻ തന്റെ ദാസന്മാരെ അയച്ച് മിസ്രൈമിൽ കിടന്ന കാട്ടുകല്ലുകൾ നാം ആകുന്ന കാട്ടുകല്ലുകളെ കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകത്തിൽ യെശയ്യാവ് പറയുന്നുണ്ട് കേട്ടോ. പണ്ട് പെറുക്കിക്കളഞ്ഞ കാട്ടുകല്ലുകൾ. ഇസ്രായേൽ എന്ന് പറയുന്ന മുന്തിരിച്ചെടി മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് നടുന്ന കാര്യം സങ്കീർത്തനം 80 ആ മുന്തിരിച്ചെടി നടാൻ നേരത്ത് അവിടുന്ന് ആ കാട്ടുകല്ലുകളെ എല്ലാം പെറുക്കിക്കളഞ്ഞായിരുന്നു. എല്ലാ കാട്ടുകല്ലുകളെയും പെറുക്കിക്കളഞ്ഞ് ആ മുന്തിരി നട്ടു. ഒടുക്കം കാറ്റത് എങ്ങനെയാ? കാലങ്ങൾക്ക് ശേഷം യോഹന്നാൻ സ്നാപകൻ പറയാണ്, കാട്ടുകല്ലുകൾ ആർപ്പിടും. കാട്ടുകല്ലുകളിൽ നിന്ന്, അങ്ങനെയല്ലോ, കാട്ടുകല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉത്ഭവിപ്പാൻ കഴിയുന്ന ഒരു ദൈവം ജീവിക്കുന്നു, കേട്ടോ യഹൂദ എന്നാ പറഞ്ഞത് അല്ലേ? കാട്ടുകല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ദൈവമാ ജീവിച്ചിരിക്കുന്നത്. അതും പറഞ്ഞ് പിന്നത്തേതിന് നമ്മുടെ കർത്താവ് എന്താ പറഞ്ഞത്? ആ പോഷന്റെ ദിനം കടന്നു വന്നപ്പോ ഈ ജനമെല്ലാം ആർപ്പിടുന്ന കണ്ടപ്പോ കേവന്മാരെല്ലാം പറഞ്ഞു, അമർച്ചയായി കൽപ്പിച്ചു, ഇത്രയും ശബ്ദം വേണ്ടെന്ന്. ഇത്രയും ശബ്ദം വേണ്ട. ഇപ്പൊ തന്നെ ആളുകൾ പറയുന്നത് ഇവർക്ക് ഒച്ച കൂടുതലാണ്. എന്ത് ചെയ്യാം? ഈ സത്യം നമ്മൾ അറിഞ്ഞുപോയി. ആത്മാവിലെ കത്തൽ നിമിത്തം അല്ലേ? ആ ആത്മാവിൽ ഒരു നിറവ് വരുമ്പോ ശബ്ദത്തിന് തന്നെ മാറ്റം വരിക. ശബ്ദത്തിന് വലിയ മാറ്റം വരും ആത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ. പിന്നെ ആ ഇന്നലെ പറയുന്ന പോലത്തെ ആ ഇതുപോലെയൊന്നും അല്ല. ഞാനൊരു സ്ഥലത്തെ ഒരു മീറ്റിങ്ങിന് പോയപ്പോ ആ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 6 മണി സമയത്ത് അവിടെ അടുത്തുള്ള ഒരു 3 അക്ഷരം പേർന്ന ഒരു പള്ളിയുണ്ട്. ആ അക്ഷരത്തിലുള്ള ഒരു പള്ളി. അവിടെ അവരുടെ കൺവെൻഷൻ നടക്കുക. ആ കൺവെൻഷന് മുമ്പ് അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ ആ പ്രധാന കൊയർ പറഞ്ഞു, നമുക്ക് ഇനി കുറച്ചു നേരം ദൈവത്തെ സ്തുതിക്കാം, അല്ലേലിയ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ആളുകളെല്ലാം ആലിയ 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 എന്ന് പറഞ്ഞു. നോക്കണം, നമ്മുടെ ഒരു ബെന്തിക്കോസുകാരൻ ഒരു അല്ലേലിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡയബ്രം പോകും. അപ്പൊ അവരെല്ലാം കൂടെ കൂടി പറഞ്ഞപ്പോ ആലിയ 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 എന്ന് പറഞ്ഞു കളഞ്ഞു. നിങ്ങൾ എന്നാ മനസ്സിലായേ? അതല്ല, നമ്മളും അങ്ങനെ ഇന്നലെ ആലിയ 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 എന്ന് പറഞ്ഞിരുന്ന പാർട്ടികളാ. അവൻ നമ്മുടെ വായിൽ പുതിയ പാട്ട് തന്നു, ആത്മാവിൽ നിറച്ചു അല്ലേ? പിന്നെ ശബ്ദത്തിന് തന്നെ മാറ്റം വന്നില്ലേ? രീതികൾക്ക് മാറ്റം വന്നില്ലേ? അതുകൊണ്ടല്ലേ നാട്ടുകാർ നമ്മളെ ബെന്തിക്കോസുകാരെന്ന് വിളിക്കുന്നേ, അല്ലാതെ എന്തുകാരെന്നാ വിളിക്കുന്നത്? വലിയ മാറ്റങ്ങളാ വന്നത്. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞു വന്നത്? അതെ 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 അതെ. എന്തിനാ നിങ്ങൾ ഈ ഫോൺ നമ്പർ വേണേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേരുന്നേ? നമുക്ക് ആവശ്യമില്ലാതെ ചെയ്തു. യെശയ്യാവ് 54 11 12, ഐശയ്യ 54 verse 11 and 12. അരിഷ്ടയിൽ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട് ആശ്വാസമറ്റുള്ളവാണിലോവേ, ഞാൻ നിന്റെ കല്ല് അജ്ഞനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് നിന്റെ അടിസ്ഥാനം ഇടുകയും ചെയ്യും. ഞാൻ നിന്റെ താഴികക്കുടങ്ങളെ പത്മരാഗം കൊണ്ടും നിന്റെ ഗോപുരങ്ങളെ പുഷ്പരാഗം കൊണ്ടും നിന്റെ അച്ചങ്ങളെയൊക്കെ മനോഹരമായ കല്ലുകൊണ്ടും ഉണ്ടാക്കും. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ. ക്രിസ്തീയ ജീവിതത്തിൽ ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ വരും. കൊടുങ്കാറ്റുകൾ അടിക്കും, ആശ്വാസമറ്റ നിമിഷങ്ങളൊക്കെ സംഭവിക്കാം. അവിടെയാണ് സർവാശ്വാസങ്ങളുടെ ഉടയവനായ ദൈവത്തെ നാം അനുഭവിക്കുന്നത്. ഒരു മനുഷ്യനും നമ്മെ തിരിഞ്ഞു നോക്കാതെ, മനുഷ്യന്റെ ആശ്വാസങ്ങളൊന്നും വിലപ്പോകാത്ത സമയങ്ങൾ വരും ജീവിതത്തിൽ. സ്വർഗം അനുവദിക്കും. അതെല്ലാം എന്തിനാ? ചില നീലക്കല്ലുകളും ചില പുഷ്യരാഗങ്ങളും ചില പത്മരാഗങ്ങളും ഒക്കെ നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാ. ഒരുപാട് ദിവസം 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് എന്താ? 12 വിധ രത്നങ്ങളാൽ പുതിയ യെരൂശലേം എന്ന് പറയുന്ന തേജസ്സിന്റെ നഗരം പണിയപ്പെടുകയാണ്. 12 വിധ രത്നങ്ങളാൽ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവന്മാര് പാടിയത്, മുത്തുമയമായി വിളങ്ങും. അപ്പൊ അടുത്ത് പഠിക്കുന്ന 4 വരി.
എത്ര മനോഹരമായ പാട്ട! വിശ്വാസ ജീവിതത്തിന്റെ ആരംഭ കാലഘട്ടങ്ങളിലേക്കൊക്കെ വന്നപ്പോ, ആരംഭകാലം മാത്രമല്ല കേട്ടോ, എല്ലാ കാലത്തും അങ്ങനെ തന്നെ. എന്നാൽ അതിനു മുമ്പൊന്നും ആ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടുമില്ല, ശ്രദ്ധിച്ചിട്ടുമില്ലാത്ത ആളാ. ആ പാട്ടൊക്കെ തന്നെ ഇരുന്ന് പാടി സന്തോഷിച്ചിട്ടുണ്ട്. കൂട്ടായ്മകളിൽ പാടുന്ന മാത്രമല്ല, തന്നെ ഇരുന്ന് പാടി സന്തോഷിച്ചിട്ടുണ്ട്. ഞാനൊരു വീട്ടിൽ തനിച്ച് വിശ്വാസത്തിൽ വന്നയാളാണ്. എനിക്ക് ശേഷം എൻ്റെ മാതാപിതാക്കൾ വന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട്, അതായത് എൻ്റെ പിതാവിൻ്റെ വഴിയിൽ ആദ്യത്തെ പെന്തക്കോസ്തുകാരൻ ഞാനാണ്. പിന്നീടാണ് 70 വയസ്സിന് മുകളിലുള്ള എൻ്റെ അപ്പനും അമ്മയും വിശ്വാസത്തിൽ വന്നു, രണ്ടുപേരും മരിച്ചുപോയി. അപ്പൊ അങ്ങനെ സപ്പോർട്ട് ചെയ്യാനോ പറയാനൊന്നും ആരുമില്ല നമുക്ക്. ഈ പുസ്തകത്തിൽ എബ്രായ ലേഖനം എന്ന് പറയുന്ന ഒരു ലേഖനം ഉണ്ടെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഞാനൊരിക്കലും ദൈവദാസനോട് ചോദിച്ചു, ലേവ്യ പുസ്തകം ഒന്നും വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആട് അങ്ങോട്ട് പോയി ആട് ഇങ്ങോട്ട് വന്നു, ആടിനെ അർത്ഥം നോക്കി കാണുന്നുണ്ട്, എന്താ ഏതോ ഒന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും അറിയേണ്ട സമയമായിട്ടില്ല, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് അറിഞ്ഞാൽ പോയെന്ന് പറഞ്ഞു. ഒത്തിരി വർഷങ്ങൾ കടന്നു, ഇന്നും അദ്ദേഹം ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. മഹാകൃപയാൽ സ്വർഗത്തിലെ ദൈവം പിന്നത്തിൽ അതൊക്കെ തുറന്നു തന്നു. ഭയങ്കരമായ കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിയത് കൊണ്ടാണ് ചില സമയത്ത് പടവാള് പോലെ എഴുന്നേറ്റ് നിന്ന് പറയുന്നത്, ഈ ഒരു സമൂഹത്തെ കുഞ്ഞാടിന്റെ രക്തത്താൽ താൻ സമ്പാദിച്ചിരിക്കുന്ന തന്റെ ആട്ടിൻകൂട്ടം, അതിനെയാണ് പലരും മറിച്ചു കളയുന്നത്. അതിനെ മറിച്ചു കളയാൻ അവിടുന്ന് സമ്മതിക്കുവോ? ഒരിക്കലും സമ്മതിക്കില്ല. അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് തന്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത തന്റെ സമ്പാദ്യം എന്ന് എഴുതിയിരിക്കുന്നത്, തന്റെ ആട്ടിൻകൂട്ടം. ആ ആട്ടിൻകൂട്ടം നമ്മളിപ്പോ എന്താ പറഞ്ഞത്? മുത്തുമയമായി വിളങ്ങും പട്ടണമാണത്. ആ പട്ടണത്തെ കുറിച്ച് വെളിപ്പാട് 21-ാം അധ്യായത്തിൽ പറയുന്നത്, ആ പട്ടണത്തിന്റെ മനോഹരത്വം വർണ്ണിക്കുകയാണ്. ആ പട്ടണത്തിന്റെ ഭാഗമാകാൻ വിളിക്കപ്പെട്ട ഓരോരോ കല്ലുകളാണ് നാം ഓരോരുത്തരും. ആ പട്ടണത്തിന്റെ നിർമ്മിതി ആരംഭിച്ച് ഞാൻ പറഞ്ഞു മാളികമുറി മുതലാണെന്ന്, അവിടെ മുതലാണ്. അപ്പൊ അതിനു മുൻപുള്ള ആളുകളൊക്കെ അതിന്റെ പ്രാകാരത്തിൽ, അതിന്റെ വെളിച്ചത്തിൽ ജീവിക്കും. ആ പട്ടണത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു കല്ലാകാൻ വിളിക്കപ്പെട്ട നാം, ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും കേൾക്കാൻ കൊതിച്ച കാര്യം ഈ തലമുറയിൽ നമുക്ക് വെളിപ്പെട്ട് കിട്ടി എന്ന് പറയുമ്പോ ഉള്ള നന്ദി കൊണ്ട് നിറയണ്ടേ? അനേകർക്ക് മനസ്സിലാകാത്ത ആത്മീയ മർമ്മങ്ങളും സത്യങ്ങളും വെറും സാധുക്കളായ നമുക്ക് സ്വർഗം തുറന്നു തരുമ്പോൾ എത്ര വിശുദ്ധ ജീവിതം നയിക്കണം, എത്രയധികം സ്നേഹിക്കണം അവനെ. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാത്തവരെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അവന്റെ വചനത്തെയും ആ സുവിശേഷത്തെയും ചേർത്ത് പിടിക്കാത്തവർ, അതിൽ വെള്ളം ചേർക്കുന്നവർ, അതിലും വലിയ ദ്രോഹിയാണ്. ഈ സത്യവചനം, അതിന് ശക്തിയുണ്ട്. അതിന്റെ ശക്തി ചോർന്നു പോകും അതിൽ വെള്ളം ചേർത്താൽ. അതിലൊന്നും കുറയ്ക്കാനും പാടില്ല, കൂട്ടാനും പാടില്ല. പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാനും പാടില്ല. അത്ര മഹത്തരമായ കാര്യങ്ങളാണ് നമുക്ക് വേണ്ടി പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടി പറഞ്ഞു വന്നതിലേക്ക് മടങ്ങി പോകട്ടെ. ഇതെല്ലാം വിട്ടു. ഞാൻ നേരെ സംഖ്യാപുസ്തകത്തിലെ സംഭവം പറയുക. അതായത് ഇസ്രായേല് മൂവ് ചെയ്യുന്ന സമയത്ത്, ഇസ്രായേൽ യാത്ര പോകുന്ന സമയത്തെല്ലാം ഈ ഉപകരണങ്ങളെല്ലാം മൂടിയിട്ടിരിക്കും. ഇനി ക്യാമ്പ് ചെയ്യുന്ന സമയത്തോ, ഇതിനകത്ത് ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് കൂടാരത്തിന്റെ അകത്ത് ഈ ഉപകരണങ്ങളൊക്കെ ഇരിക്കുമ്പോ അതിന് ചുറ്റും 48 പലക 4 മൂടുശീലകളാൽ കവർ ചെയ്തിരിക്കുന്നു. സാമാന്യജനം ഇതൊന്നും കാണുന്നില്ല, കേൾക്കുന്നില്ല. അവരാരും ഇതൊന്നും കാണുന്നില്ല. അതെല്ലാം മറഞ്ഞിരിക്കുകയാണ്. എല്ലാം മറഞ്ഞിരിക്കുകയാണ്. അതെല്ലാം മർമ്മം എന്ന നിലയിൽ, ഹിഡൻ ട്രൂത്ത് എന്ന നിലയിൽ ഇരിക്കുകയാണ്. ഈ കൂടാരത്തിനകത്തേക്ക് വന്ന് ഹന്നാസും കയ്യഫാസും ഗമാലിയലും അവർ 3 പേരും നിൽക്കട്ടെ. അവർ 3 പേരും നിൽക്കുന്നു. അതിനകത്തേക്ക് പത്രോസും യോഹന്നാനും യാക്കോബും കടന്നു വരുന്നു, അല്ലേ?
തൂണുകളായി എണ്ണപ്പെട്ട അവർ 3 പേരും കടന്നു വരുന്നു. ഞാൻ പറഞ്ഞ 3 പേരും ഇവര് 3 പേരും. ആദ്യത്തെ 3 പേര് നോക്കുമ്പോൾ അത് ചുമ്മാ വിളക്ക്, അത് ചുമ്മാ മേശ, അത് ചുമ്മാ അപ്പം, അങ്ങനെ അവർക്ക് മനസ്സിലാകുന്നുള്ളൂ. അവരുടെ ആചാരങ്ങളുടെ ഭാഗമായി, ചടങ്ങുകളുടെ ഭാഗമായി, ഭൂതാശകളുടെ ഭാഗമായി, ചുമ്മാ ഒരു ഭൂതാശയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം. അതേസമയം ഇവരോട് 3 പേരോട് ചോദിച്ചാൽ അവരെന്ത് പറയും? ആ യാഗപീഠത്തിലേക്ക് നോക്കിയിട്ട് എന്ത് പറയും? ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പത്രോസ് 1.5 മണിക്കൂർ പ്രസംഗിക്കും. ആ താമ്രത്തൊട്ടിലേക്ക് നോക്കിയിട്ട് എന്ത് പറയും? പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രസംഗിക്കും. അകത്തേക്ക് കയറി വന്നിട്ട് ഓരോ കാര്യങ്ങളിലേക്കും നോക്കുമ്പോൾ എല്ലാം യേശു ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ മഹത്വം അവിടെ മറഞ്ഞിരിക്കുകയാണ്. പൂർവകാലങ്ങളിൽ മഹത്വം മൂടിയിട്ടിരിക്കുകയാണ്. അവന്റെ മഹത്വം മൂടിയിട്ടിരിക്കുകയാണ്. വേഷാൽ മനുഷ്യനായി വന്ന ക്രിസ്തു ആർക്കും മനസ്സിലായില്ല. മഹത്വത്തിൽ വസിച്ചവൻ മനുഷ്യനായി ഇറങ്ങി വന്നപ്പോൾ ആ യാഗപീഠത്തിന്റെ ചുവട്ടിലൂടെ നടന്ന് പുറത്തേക്ക് വന്നിട്ട് മന്നാസിനും കയ്യവാസിനും പിടികിട്ടിയില്ല. എന്നാൽ പത്രോസിനെ പിടികിട്ടി. നീ വന്നിനായവന്റെ പുത്രനായ ക്രിസ്തു തന്നെ എന്ന് പറഞ്ഞു. വെളിപ്പാടുകളാണ്, വെളിപ്പാടുകൾ. ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിച്ചവരാണ് സത്യക്രിസ്ത്യാനികൾ. അല്ലാതെ മതം മാറിയവരോ പനി മാറാൻ വേണ്ടി വന്നവരോ ചുമ്മാ വെള്ളത്തിൽ ചാടിയവരൊന്നും ക്രിസ്തു ശിഷ്യന്മാരല്ല. അവർ ഏതെങ്കിലും പെന്തിക്കോസ്ത് സഭയുടെ രജിസ്ട്രി പേരുള്ളവരാണെന്ന് മാത്രമേ ഉള്ളൂ. ക്രിസ്തുവിനെ അറിഞ്ഞു വരണം. സുവിശേഷം നമ്മെ മാറ്റിമറിക്കണം. അത് നമ്മെ രൂപാന്തരപ്പെടുത്തണം. ദൈവത്തിന്റെ വചനം നമ്മെ രൂപാന്തരപ്പെടുത്തണം. ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം, ആഴമേറിയ ബന്ധം. കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചോന്ന് ഞാൻ ഓർക്കുന്നില്ല. നമ്മൾ രക്ഷയിലേക്ക് വന്നു. അടുത്തപടി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കുന്നു. ആ സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. വിശ്വാസ സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുകയാണ്. പോകെ പോകെ മുൻപോട്ട് പോകുമ്പോൾ ഈ യാത്രയിൽ, മുൻപോട്ടുള്ള യാത്രയിൽ, ഈ മരിയാത്രയിൽ അവനോട് പറ്റിച്ചേരുകയാണ്. 1 കൊരിന്ത്യർ 6:17 കൂടെ എടുത്തു വെച്ച് വായിക്കേ. അപ്പൊ പോകെ പോകെ നാം ക്രിസ്തുവിനോട് എന്ത് ചെയ്യാണ്? പറ്റിച്ചേരുകയാണ്. 2 പ്രധാന വാക്കുകൾ പറഞ്ഞു. സ്നാനത്തിൽ നാം അവനോട് ചേരുന്നു. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. മുൻപോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കണം? 1 Corinthians chapter 6:17. സമയം പോയാലും വേണ്ടില്ല. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇതൊക്കെ എടുത്തോ? ഞാൻ ഇന്നലെ പറഞ്ഞു എനിക്ക് ആകെ പ്രതീക്ഷയുള്ള നിങ്ങളുടെ കാര്യത്തിലാണ്. നമ്മുടെ 2-3 സാറന്മാർ ഇവിടെ ഇരുന്നവരും ഇന്നലെ ഉണ്ടാകുന്ന കണ്ടില്ലല്ലോ. ക്ലാസ് ഉണ്ടായിരിക്കും അല്ലേ? സാരമില്ല, ക്ലാസ്സൊക്കെ നല്ലതാ കേട്ടോ. ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് നല്ലതാ. പിന്നെ വേറെ പൈലറ്റ് ആയാലും കുഴപ്പമില്ല, എന്നെ ആയാലും കുഴപ്പമില്ല. പക്ഷെ എല്ലാം മറഞ്ഞു കിടക്കുകയാണെങ്കിൽ പൈലറ്റായിട്ടും ഡോക്ടറായിട്ടും ഒരു കാര്യമില്ല. നിനക്കിതെല്ലാം മറഞ്ഞിരിക്കുകയാണെങ്കിൽ നീ എന്നെ കുന്തമായെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യമുണ്ടോ? ആ സ്വോത്ര കാഴ്ചയൊക്കെ ചിലപ്പോൾ വരുമായിരിക്കും ചർച്ചിലേക്ക്. അതുകൊണ്ടൊന്നും ഒരു കാര്യമായില്ലെന്ന്. ദൈവ വിഷയത്തിൽ എന്ത് ചെയ്യണം? സമ്പന്നരാകണം. നമ്മുടെ തലമുറകൾ ദൈവ വിഷയത്തിൽ സമ്പന്നരാകണം. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി, പെന്തിക്കോസ്തുകാരി അല്ലാത്ത, അവളെന്നെ വിടാതെ പിടിച്ച കാര്യം പറഞ്ഞില്ലേ? അവളെന്നെ വിടാതെ പിടിച്ചു നിർത്തുക. പെന്തിക്കോസ്തുകാർ പെൺപിള്ളേരൊന്നും ഇന്നുവരെ എന്നോട് ഒരു കുഞ്ഞു പോലും എന്നോട് ചോദിച്ചിട്ടില്ല അതെന്നാ പാത്രേ, ഇതെന്നാ പാത്രേ, മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ വല്ലതും ഉണ്ടോന്നൊന്നും ഒരാളും ചോദിച്ചിട്ടില്ല. കാരണം അവർ ചടങ്ങിന്റെ ഭാഗമാണ്. 10 മണിക്ക് വരുന്നു, പിന്നെ കടം തീർക്കുന്നു, 1 മണിക്ക് വീട്ടിൽ പോകുന്നു. പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് പോകുന്നു എന്നുള്ളതല്ലാതെ അകത്ത് കത്തല് പോയി കഴിഞ്ഞാൽ, എമ്മൗസിലേക്ക് ശിഷ്യന്മാർ പോകാനുണ്ടായ കാര്യം എന്നാ? അകത്തെ കത്തല് കെട്ടുപോയി അവരെ വീണ്ടും കത്തിച്ചത് എങ്ങനെയാ? നമ്മുടെ കർത്താവ് അവരോട് ചേർന്ന് നടന്ന് എന്താ പറഞ്ഞത്? ചേർന്ന് നടന്ന് എന്താ പറഞ്ഞു കൊടുത്തത്? കറക്റ്റ് വാക്ക് പറ. ചേർന്ന് നടന്ന് എന്താ പറഞ്ഞു കൊടുത്തത്? തിരുവെഴുത്തുകളെ തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളം കത്തി. അവിടെ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത് ഏതിനെയാ? പഴയ നിയമത്തിലെ 39 പുസ്തകത്തെയാ. നമ്മൾ ഈ സുവിശേഷം മുഴുവൻ വായിക്കുമ്പോൾ തിരുവെഴുത്തിന് നിവർത്തി വന്നു, തിരുവെഴുത്തും ദൈവശക്തി അറിയാതെ തെറ്റിപ്പോ, ഇങ്ങനെയുള്ള വാക്കുകളുണ്ട്. അതെല്ലാം ഈ പഴയ നിയമത്തിലെ 39 പുസ്തകത്തെയാണ് ഈ ഹോളി സ്ക്രിപ്ചർ അഥവാ തിരുവെഴുത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചത് മുഴുവനും എന്താ? തിരുവെഴുത്ത. അത് സത്യം. പക്ഷെ പഠനത്തിനെടുക്കുമ്പോ എങ്ങനെ പറയും? 2 തിമോഥെയോസിൽ എഴുതിയിട്ടില്ലേ? തിരുവെഴുത്തിനെ കുറിച്ച് പറയുന്നില്ലേ? എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് പറയുന്നത് ഈ 39 പുസ്തകവും ദൈവശ്വാസീയമാണ്. ആ തിരുവെഴുത്തിൽ മോശ മുതലായ പ്രവാചകന്മാർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് തെളിയിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉള്ളം കത്തി. എമ്മൗസിലേക്ക് പോയ സംശയാലുക്കളായ അവരുടെ ഉള്ളം കത്തി. കത്തിയവർ എങ്ങോട്ട് വന്നു? ആ നാഴികയിൽ തന്നെ അവര്
മടങ്ങിപ്പോന്നു. അവർ യെരൂശലേമിലേക്ക് മടങ്ങി വന്നു. യെരൂശലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം, യെരൂശലേം എന്നുള്ള വാക്കിന്റെ അർത്ഥം, വേഗം പറ, സമയമില്ല. യെരൂശലേം സമാധാനം, ശാലേ ഊർശലേം. ഊർശലേം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് യെരൂശലേം, സമാധാനം. സമാധാനം പോയപ്പോഴാണ് ഇവൻ സംശയരോഗിയായത്. ഇപ്പോ അവൻ തിരുവെഴുത്തുകളാൽ ആ കത്തൽ പ്രാപിച്ചപ്പോൾ എങ്ങോട്ട് വന്നു? അവൻ യെരൂശലേമിലേക്ക് വന്നെന്ന് പറയുമ്പോൾ സമാധാനത്തിലേക്കാണ് മടങ്ങി വരുന്നത്, സ്വസ്ഥതയിലേക്കാണ് മടങ്ങി വരുന്നത്. പിന്നെ അവരങ്ങനെ പറഞ്ഞു, ഇവരിങ്ങനെ പറഞ്ഞു, ചുറ്റുപാടും അയ്യോ അവിടെ ഒരു പാസ്റ്റർ അങ്ങനെ ചെയ്തല്ലോ, ഇവിടെ ഒരു പാസ്റ്ററെ കുറിച്ച് ഞാൻ യൂട്യൂബിൽ കണ്ടല്ലോ, മറ്റേ ഒരു പാസ്റ്ററെ കുറിച്ച് അങ്ങനെ കണ്ടല്ലോ. ഏത് പാസ്റ്റർ? എല്ലാ പാസ്റ്ററും തലമുത്തിരിക്കും, പലരും പലതും കാണിക്കും. അതിന് ഈ പുസ്തകം പറയുന്നത് എഫേസ്യ ലേഖനത്തിൽ ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ, ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. അവിടെ നിങ്ങൾ അലഞ്ഞുഴഞ്ഞു പോകുന്ന അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ എന്താകണമെന്ന് അടുത്ത വരി, ശിശുക്കളായിരിക്കരുത്. ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. അടുപ്പിക്കുന്ന ആരാ? വലിയ പങ്കാന്ന് കേട്ടിട്ടില്ലേ? പങ്ക പിള്ളേരൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പങ്കാന്ന് പറഞ്ഞാലതാ ഫാൻ. ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ വലിയ ബ്ലോവർ വെച്ച് അടിക്കുന്നത്, കൊടുങ്കാറ്റ് പോലെ അടിപ്പിക്കും. നമുക്കെല്ലാം തോന്നും എന്റെ ദൈവമേ ഇത് എന്താണെന്നൊക്കെ തോന്നിക്കളയും. അപ്പൊ ഇന്നലെ വരെ നമ്മൾ കണ്ട വെള്ളയിട്ട് നിൽക്കുന്ന ഉപദേശിയൊക്കെ ആ പങ്കയുടെ ചോട്ടിൽ നിന്ന് കാറ്റ് കൊള്ളുക. എന്റെ കർത്താവേ എന്നൊക്കെ നമ്മൾ വിളിച്ചു പോകും. അതൊന്നും വിളിക്കണ്ട, ഇവിടെ എഴുതി വെച്ചിരിക്കുക കാറ്റടിപ്പിക്കുന്നു. അത് ഇന്നലെ വരെ നിന്ന് പ്രസിദ്ധന്മാര് തന്നെയായിരിക്കും പങ്കയെ കൊണ്ടുവരുന്നത്. ഇന്നലെ വരെ വലിയ പ്രസംഗം പ്രസംഗിച്ച, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, യെരൂശലേമിലെ ദൈവാലയം പണിതത് ആരാ? ചെലവനല്ലേ? ആ പുള്ളി തന്നെ പിന്നെ എന്ത് പണിതു? ഫറവോന്റെ മോക്ക് വേണ്ടി എത്ര ക്ഷേത്രങ്ങളാ പിന്നെ പണിതു? അപ്പോ കർത്താവിന് നിവാസം പണിതു, പിന്നെ മറ്റേ പുള്ളികൾക്കും വേണ്ടി പുള്ളി പണിതു. അതുപോലെ പലരുടെയും കാര്യങ്ങൾ. ഈ അടുത്തിടയ്ക്ക് ഞാൻ ഇന്നലെ ദേവദാസനുമായിട്ട് ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു. പേര് കേട്ട പ്രസിദ്ധനായ ഒരു പാസ്റ്റർ, പുള്ളി പറയാ കത്തോലിക്കരുടെ കുർബാനയും തിരക്കേടില്ലാത്ത കുർബാനയാണ്. ആ കുർബാന പുള്ളി ഒരിക്കൽ തിന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഭയങ്കര അനുഭൂതിയുണ്ട്. അവിടെ മിറക്കിളൊക്കെയാണ് നടക്കുന്നത്. മിറക്കിൾ. They just released a study that more people are healed in a Catholic church than Pentecostal churches. No, it's a fact. That's an absolute fact. The studies have proven it. Because Catholic people revere the Eucharist. More people get healed in a Catholic church during communion than Pentecostals during church attendance or communion, because to us it's symbolic. Well, Jesus didn't say this is symbolic of my body. He said this is my body. ആ പുള്ളിയുടെ കൈവെപ്പിനാലും അഭിഷേകത്താലും ഇമ്പാർട്ടേഷനാലും നിൽക്കുന്ന പുള്ളികളുണ്ട് നമ്മുടെ നാട്ടില്. നമ്മുടെ ആൾക്കാർ അവരോടൊക്കെ പോയി ചോദിക്കുക, ഡേറ്റ് ഉണ്ടോ? ഒരു 3 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ആരോടാ ചോദിക്കുന്നത്? കത്തോലിക്കന്റെ കുർബാന ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന പുള്ളിയുടെ ശിഷ്യനോട് പോയാണ് നമ്മുടെ കേമന്മാരായ പാസ്റ്റർമാർ ഡേറ്റ് ചോദിക്കുന്നത്. അതെന്താ അങ്ങനെ നിങ്ങൾ ചോദിച്ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആള് കൂടണ്ടേ. ഒന്നോടെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇച്ചിരി മിറക്കളൊക്കെ വേണ്ടേന്ന്. പിന്നെ ആ ബാംഗ്ലൂരിലെ താടിക്കാരൻ പാർട്ടിയിലേക്ക് വിളിച്ചാൽ ഒരു മിറക്കളും ഇല്ല, ആളും കൂടൂല. ഉള്ള ആൾക്കാരും കൂടെ കാലിയായി കിട്ടും. അപ്പൊ ആള് കൂടാൻ വേണ്ടി നമ്മൾ ആരെ വിളിക്കും? നിങ്ങൾ സാധുക്കൾ പാവങ്ങളൊന്നും അറിയുന്നില്ല ഈ ലോകത്ത് എന്തെല്ലാം നടക്കുന്ന. എന്റെ കർത്താവ്, പമ്പയാറ്റിലെ വെള്ളം എന്തോരം ഒഴുകി അറബിക്കടലിൽ ചേരുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? കണ്ടമാനം വെള്ളം ഒഴുകി പോകുന്നുണ്ട്. പലരും ഒന്നും അറിയുന്നില്ല. ആ കൂട്ടത്തിൽ ഒഴുകി പോവുക പലരും. ഭയങ്കരം തന്നെയാണ്. എന്തെല്ലാം കാര്യങ്ങളാ ചുറ്റും നടക്കുന്നത്. നമുക്ക് ലഭിക്കപ്പെട്ട വൻ വെളിപ്പാടുകൾ ഇതൊന്നും ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ് പാസ്റ്ററും മലയാളക്കരയിൽ ഇന്ന് വരെ പ്രസംഗിക്കാത്ത പ്രസംഗങ്ങളാണ് നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്നത്. ഞാൻ ചലഞ്ച് ചെയ്യുക നിങ്ങളുടെ മുമ്പിൽ. ഈ കസേര എടുത്ത് തലയിൽ വെക്കുന്നവനും കസേരയുടെ മുകളിൽ കയറി നിൽക്കുന്നവനും എരിവ് കയറ്റുന്നവനും തലകുത്തി മറിയുന്നവനും ഒറ്റയൊരുത്തിന്റെ വായിൽ ഈ വെളിപ്പാടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇവരാരെങ്കിലും ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നുണ്ടോ? ഈ ഭൂമിയിൽ നമ്മൾ അന്യരും പരദേശികളുമാണെന്ന് അവർ പ്രസംഗിക്കുവോ? ഒന്നുമില്ല. നാളെ ഉറപ്പായിരിക്കും. ഈ പുള്ളികളെയൊക്കെ എനിക്കറിയാം. അടുത്ത് ചേർന്ന് ഞാൻ നടന്നിട്ടുണ്ട്. കൂടെ കിടന്നവനെ രാപ്പനി അറിയാവുന്നത്. പലരെയും കുറിച്ച് ഓർക്കുമ്പോ പബ്ലിക് പറയുന്നതിനൊക്കെ ലിമിറ്റുകളുണ്ട്. അതുകൊണ്ടാണ് പലതും നമ്മൾ അങ്ങനെ അങ്ങ് പറയാത്തത്. എന്താ മുതലുകളെന്ന് അറിയാവോ?
ആ കൂട്ടത്തിലാണ് നമ്മുടെ ആളുകൾ ഒഴുകാൻ പോകുന്നത്. നമ്മൾ അറിഞ്ഞ് സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണം. നമ്മുടെ പുൾപിറ്റൊന്നും ഉണ്ടല്ലോ ദൈവകൃപ നഷ്ടപ്പെട്ടവനും വേലയ്ക്ക് വെളിയില്ലാത്തവനൊന്നും കൈകാര്യം ചെയ്യേണ്ട പുൾപിറ്റുകളല്ല ഇത്. നമുക്ക് ചമ്മന്തി ഉള്ളെങ്കിൽ ചമ്മന്തിയിൽ തൃപ്തിയാകണം. മിറക്കളും വേണ്ട, ഒന്നും വേണ്ട. ഈ വെളിപ്പാട്, ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിയില്ലേ? ആ ഒരൊറ്റ വെളിപ്പാട് പോരെ. ഫറവോന്റെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ജോസഫിന് ആകെയുള്ളത് 2 വെളിപ്പാടുകളാ, അല്ലെങ്കിൽ 2 ദർശനങ്ങൾ മാത്രമാ. ജോസഫിനോട് യഹോവയായ ദൈവം സംസാരിച്ചിട്ടുണ്ടോ? ഒരക്ഷരം വേണ്ടിയിട്ടില്ല. ജോസഫിന് ആകെ കൈമുതലായിട്ടുള്ളത് 2 ദർശനങ്ങളാണ്. അപ്പക്കാരനും പാനപാത്രവാഹനും എല്ലാ വാഹകന്മാരും തന്നെ മറന്നു കളഞ്ഞു. എല്ലാവരും മറന്നു കളഞ്ഞു. പക്ഷെ ആ ദർശനത്തിൽ താൻ മുറുകെ പിടിച്ചു നിന്നു. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ നമിക്കുന്ന ഒരു ദിവസം വരുന്നു. കറ്റകൾ തന്റെ മുമ്പാകെ കുമ്പിടുന്ന ഒരു ദിവസം വരുന്നു. 2 ദർശനങ്ങൾ മാത്രമേ ഉള്ളൂ. മതിയെന്നേ, മതി. അവരെ ഇവരുടെ ഒന്നും പുറകെ പോകണ്ട, അവരെ ഇവരെ ഒന്നും വിളിക്കാൻ പോകണ്ട. അറിഞ്ഞ സത്യത്തിൽ നിൽക്കണം, അറിഞ്ഞ സത്യത്തിൽ നിൽക്കണം. ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്നിടത്തൊന്നും നമ്മൾ പോകരുത്. പലരും വന്ന് പറയും അവിടെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്, ഇവിടെ അങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട്. സബ്ജക്റ്റ് ഇത് പിന്നെയും മാറി, തിരിച്ചു വരാൻ നോക്കാം. ഒരു ദിവസം എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചു, പാസ്റ്റർ ഒന്നും അറിയുന്നില്ലേ ബാംഗ്ലൂരിൽ ജീവിച്ചിട്ട് അവിടെ ഉണർവ് നടക്കുകയാണ്. എവിടെയാന്ന് ചോദിച്ചാൽ ഇലക്ട്രോണിക് സിറ്റിയിൽ ഉണർവ് നടക്കുകയാണ്. ശരി, ഞാൻ അന്വേഷിക്കാന്ന് പറഞ്ഞു. അന്വേഷിച്ചപ്പോഴോ ഫസ്റ്റ് പാർട്ടികളാ, എല്ലാ ഉണർവിൻ നായകന്മാരെയൊക്കെ എനിക്കറിയാന്നേ. എനിക്ക് പലരെ അറിയാം. നായകന്മാരെയൊക്കെ എനിക്ക് അറിയാന്ന് കൂട്ടിക്കോ. ഞാൻ വ്യക്തിഗത നടത്തുന്നതല്ല കേട്ടോ. നായകന്മാരെ, അവരുടെ ഉപദേശത്തെയും അവരുടെ വെളിപ്പാടുകളെയൊക്കെ എനിക്കറിയാം. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഉണർവ് തീ പിടിക്കുക, കത്ത് പിടിക്കുകയാണ്. വൈൽഡ് തീയോ, എന്ത് തീന്ന? അങ്ങനെ ഏതാണ്ടൊക്കെ ഭയങ്കര സാധനങ്ങൾ, ഇങ്ങനെ മേഘങ്ങൾ നീങ്ങുന്നു, വരുന്നു, മേഘസ്ഫോടനങ്ങൾ നടക്കുന്നു, ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്ന് അത് ഒഴുകുന്നു. ഈ അടുത്ത പരിസരത്തുള്ള എൻ്റെ ഒരു സ്നേഹിതനായ ഒരു പാസ്റ്ററോട് ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വർഷിപ്പ് ലീഡർ അവിടെ മേഘത്തിന് കീഴിൽ നിൽപ്പുണ്ട് കേട്ടോ, ഒന്ന് സൂക്ഷിച്ചേരെന്ന് പറഞ്ഞു. ഈ അടുത്ത പരിസരത്തുള്ള എൻ്റെ ഒരു സ്നേഹിതൻ പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളുടെ ആ ലീഡ് ചെയ്യുന്ന ചെറുക്കൻ അവനോട് മേഘത്തിന് കീഴിൽ നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ക്ലാസിക്കൽ പെന്തിക്കോസ് സമൂഹത്തിന്റെ ഒരു സെൻട്രൽ കൺവെൻഷൻ നടക്കുകയാണ് അടൂര്. ഒരു സെൻട്രൽ കൺവെൻഷൻ. അവിടെ ഒരു ചെന്നൈക്കാരൻ ഇച്ചിരി കനമുള്ള ഒരു സഹോദരൻ വന്നിട്ട് പുള്ളി ഒരു കോലൊക്കെ അങ്ങ് ഒടിക്കുകയാണ്. മോശയുടെ കോലാണ് എന്നൊക്കെ പറഞ്ഞാണ് അതൊക്കെ അങ്ങ് ഓടിക്കുന്നത്. അതൊക്കെ അങ്ങ് ഓടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി ഒരു കാഹളം എടുത്ത് അങ്ങ് ഊതി. എന്നിട്ട് പറഞ്ഞു, എരിഹോവിന്റെ മതിലുകൾ ഇന്ന് ഇവിടെ വീഴുന്നു പറഞ്ഞു. ഭയങ്കരം. തലനരച്ച പാസ്റ്റർമാരാണ് എല്ലാ കുഴപ്പങ്ങൾക്കും ഇപ്പൊ കാരണമായിരിക്കുന്നത്. പണ്ട് തലനരച്ച പാസ്റ്റർമാരുടെ മുമ്പിൽ നിൽക്കാൻ പേടിക്കണമായിരുന്നു. ഞാൻ ഓർക്കുക, പത്തനാപുരത്ത് EC ജോർജ് അപ്പച്ചന്റെ മുമ്പിൽ ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ അദ്ദേഹം എന്നോട് ഒരു മൂളിച്ച ആ മൂളിച്ച കേട്ടിട്ട് ഞാനൊരു സിംഹം ഗർജിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഞാൻ വറച്ചുപോയി. എന്താന്ന് ചോദിച്ചു. ഭയങ്കര ചോദ്യമാണ്. എത്രയാ, 90 വയസ്സായ സമയത്താ. അങ്ങനെയുള്ളവരുടെയൊക്കെ മുമ്പിൽ നിൽക്കാൻ നമ്മൾ പേടിക്കുമായിരുന്നു. ഭയമുണ്ട്. ആ സ്ഥാനത്ത് ഇന്ന് നരച്ചവരെന്നൊക്കെ പറയുന്നവര് അവരെന്താ ചെയ്യുന്നതെന്ന് പോലും അവർക്കറിയില്ല. എന്താ ചെയ്യുന്നതെന്ന് പോലും. എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ഇരുവേ അവിടെ കോലൊടിച്ചു, ഈ സൂത്രമൊക്കെ എടുത്ത് ഊതി. ഈ ഊതിയവനെ ഞാൻ കുറച്ചു നേരം കൂടെ കഴിഞ്ഞ് ഒന്ന് ഇരുണ്ട് വെളുത്ത് കഴിഞ്ഞപ്പോ, നേരം വെളുത്ത് നോക്കിയപ്പോ അവിടെ ഒരു കാഹളമായിട്ടാ പുള്ളി നിന്ന് ഊതിയെങ്കിൽ പുള്ളി പിറ്റേ ദിവസം ഇരുണ്ട് വെളുത്ത് കഴിഞ്ഞപ്പോ ഇലക്ട്രോണിക് സിറ്റിയിൽ 7 കാഹളമായിട്ട് നിന്ന് ഈ പിള്ളേരുടെ കൂട്ടത്തിൽ കൂത്താട്ടം നടത്തുക. അപ്പൊ ഇത് രണ്ടും ഒരേ ആത്മാവാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ആത്മാവിന്റെ കൂട്ടത്തിലുള്ള ആളല്ല. ഈ ആത്മാവിനെ എനിക്കോട്ട് വേണ്ടതായിരുന്നു. അങ്ങനത്തെ ഒരു ആത്മാവിനെയാണോ നമ്മൾ പ്രാപിച്ചത്? സുബോധത്തിന്റെ ആത്മാവിനെയല്ലേ പ്രാപിച്ചത്? ആ ആത്മാവ് നമ്മെ നേർനിലങ്ങളിൽ നടത്തില്ലേ? പച്ചയായ പുൽപ്പുറങ്ങളിൽ നടത്തില്ലേ? നീർത്തോടുകളിലേക്ക് നടത്തില്ലേ? നടത്തുന്ന ഒരു ആത്മാവല്ലേ? ആ ആത്മാവ് വ്യാജത്തിലേക്ക് നമ്മെ നടത്തുവോ? അപ്പൊ എന്താ, ഞാൻ എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ മാറിപ്പോയത്. ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കും. അടിപ്പിക്കാൻ ഈ പുള്ളികളെയൊക്കെ ദൈവം അനുവദിക്കും. ബുദ്ധിയുള്ളവർ കാര്യങ്ങൾ വിവേചിക്കണം.
ആത്മാർത്ഥമുള്ളവരെ വിവേചിക്കണം. വിവേചിച്ചിട്ട് വേണം. ഏത് കൊമ്പനും പമ്പനും ആയിക്കൊള്ളട്ടെ, നോ എന്ന് പറയാനുള്ള കൃപ പ്രാപിക്കണം. എന്നെ കിട്ടില്ല അതിനൊന്നും. ഞാൻ അടുത്ത ദിവസം അതിനെക്കുറിച്ചൊരു പ്രസംഗം പ്രസംഗിച്ചു. അത് ഒത്തിരി വൈറലായി ആ പ്രസംഗം. ഒറ്റ ചോദ്യം അടൂരിലുള്ള നരച്ചവരോട് ചോദിച്ചത്. ഒറ്റ ചോദ്യം: നിങ്ങൾ കാഹളം ഊതിയത് സമ്മതിച്ചു, നിങ്ങൾ പഴയ നിയമത്തിന്റെ രീതിയിൽ ഊതി. യെസ്, നിങ്ങൾ യോശുവയുടെ പുസ്തകത്തിൽ നിന്നാണ് ഊതിയത്, സമ്മതിക്കുന്നു, തർക്കമില്ല. പക്ഷെ നിങ്ങൾ ഊതിയ സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ പെട്ടകം ചുമലിലെടുത്തില്ല? യെരിഹോവിന്റെ കോട്ട അല്ലെങ്കിൽ ആ മതില് വീഴണമെങ്കിൽ പുരോഹിതന്മാരുടെ ചുമലിൽ എന്ത് വേണം? പെട്ടകം വേണ്ടേ? ഉടനെ ആളുകൾ എന്താ പറയുന്നത്? പെട്ടകം നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. അത് ആത്മീയമായിട്ടല്ലേ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ കാഹളവും ആത്മീയമായിട്ട് എടുത്താൽ പോരെ? പെട്ടകം ആത്മീയമായിട്ടെടുത്തു, അതേ വാക്യത്തിൽ തന്നെയുള്ള കാഹളം നിങ്ങൾ അക്ഷരീയമായിട്ട് എടുക്കുന്നു. ഇതെന്ത് വ്യാഖ്യാന ശാസ്ത്രമാണ് മിസ്റ്റർ? ഒരു വാക്യത്തിലെ രണ്ട് കാര്യം, അതിൽ ഒന്ന് നിങ്ങൾ ആത്മീയമായിട്ട് എടുക്കുന്നു, ഒന്ന് നിങ്ങൾ അക്ഷരീയമായിട്ട് എടുക്കുന്നു. അതെങ്ങനെ ശരിയാകും? അപ്പൊ കാഹളം എന്താണ്? ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണമെങ്കിൽ സംഖ്യാപുസ്തകം 10-ാം അധ്യായത്തിലേക്ക് വരണം. ഞാനിപ്പോ കാഹളത്തിന്റെ പഠിപ്പിക്കുന്നൊന്നും പോവില്ല കേട്ടോ. കാഹളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ ആ കാഹളം എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. പഴയ നിയമത്തിൽ പറയുന്ന ആ കാഹളം എന്ന് പറയുന്നത് അതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ പുതിയ നിയമത്തിൽ വ്യാഖ്യാനിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അതിന് വരെ ആട്ടിൻകൊമ്പെടുത്തുകൊണ്ട് ഒന്ന് ഊതിക്കൊണ്ടിരിക്കുമ്പോ സാത്താൻ ഇരുന്ന് ജീവിച്ചോണ്ടിരിക്കുക. ഊതിക്കോ എന്നാ പറയുന്നത്. ദൈവവചനത്തിൽ നിന്ന് അകന്നു മാറുകയല്ലേ? ഉപദേശത്തിന്റെ ഓരോരോ കാറ്റുകൾ അടിക്കുമ്പോൾ ഉഴന്നു പോകുന്നത് ആരായിരിക്കും? ആരെക്കുറിച്ചായിരിക്കും എഴുതിയിരിക്കുന്നത്? ശിശുക്കളെ കുറിച്ച്. അപ്പൊ നമ്മൾ വിശ്വാസ വഴി വന്നിട്ട് കൊല്ലം എത്രയായി? വിശ്വാസത്തിൽ വന്നിട്ട് 80 വർഷമായി. സ്നാനപ്പെട്ടോ 100 വർഷമായി. വിശ്വാസത്തിൽ വന്നിട്ട് 80-90 വർഷമായി. സ്നാനപ്പെട്ടിട്ട് 150 വർഷമായി. പക്ഷെ ഇന്നും ശിശുവാണെങ്കിലോ ആർക്കും നമ്മെ വഞ്ചിക്കാൻ പറ്റിക്കാം. ആർക്കും നമ്മെ എന്ത് ചെയ്യാം? തികവോടെ മറുപടികൾ പറയാൻ പാകത്തിന് നാം പ്രാപ്തരാകണമെങ്കിൽ എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്ന പോലെ പാല് കുടിച്ചോണ്ടിരുന്നാൽ മതിയോ? കട്ടിയായത് എന്ത് ചെയ്യണം? കട്ടിയായത് ചവച്ചരച്ച് ഭക്ഷിക്കണം. ഒരു പ്രസിദ്ധനായ ഒരു ഉപദേശിയുടെ ചർച്ചില് മറ്റൊരു ദൈവദാസൻ പ്രസംഗിച്ച കാര്യം ഇന്നലെ ഞാൻ ഈ പാർസനേജിൽ ഇരുന്ന് കേൾക്കുകയായിരുന്നു. എന്താ കേട്ടെന്നറിയാവോ? അവിടെ ഒരു ദൈവദാസൻ പ്രസംഗിച്ചു. വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ നിന്ന് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, വെള്ളോടിന് സദൃശ്യമായ കാലുള്ളവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ, തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുന്ന കാഴ്ച. ആ പത്മോസിലെ അനുഭവം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ആ സഭയിലുള്ള ആൾക്കാരെല്ലാം ഭയന്നു പോയിരുന്നു. എന്നിട്ട് പ്രസിദ്ധനായ പാസ്റ്ററോട് അവരുടെ വിശ്വാസികൾ കംപ്ലൈന്റ് ചെയ്തു. അപ്പോ ആ പാസ്റ്റർ അദ്ദേഹത്തെ വിളിച്ചു. ആ ദേവദാസനോട് പറഞ്ഞു, ഇനി അങ്ങനത്തെ കാര്യങ്ങൾ പ്രസംഗിക്കേണ്ടത്. അദ്ദേഹം ഇപ്പോ എല്ലാ സ്ഥലത്തും വന്ന് പ്രസംഗിക്കുന്ന പ്രസിദ്ധനായ പാസ്റ്ററാ, അതായത് ലോക്കൽ ചർച്ചിന്റെ പാസ്റ്റർ. അയാളുടെ ചർച്ചിൽ പ്രസംഗിച്ച മറ്റേ ആളോടാണ് അദ്ദേഹം വിലക്കിയത്. ആളുകൾ ഭയന്നു പോയിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ എന്നേ ഭയന്നു പോകേണ്ടവരോ? നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ ആ മഹത്വ രൂപം വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തില്, പ്രസംഗത്തിന് ഇന്ന് ഓർഡറൊന്നുമില്ല, വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തില് നാം കാണുന്ന ആ തേജമായ രൂപം എന്തൊരു കാഴ്ചയാ! കണ്ടതാരാത്? യോഹന്നാൻ എന്ന് പറയുന്ന സഭയുടെ റെപ്രസെന്റേറ്റീവാ. നമുക്ക് എല്ലാം വേണ്ടിയാ യോഹന്നാൻ കണ്ടത്. യോഹന്നാന് വേണ്ടി മാത്രമല്ല, സഭയുടെ റെപ്രസെന്റേറ്റീവായി യോഹന്നാൻ ആ കാഴ്ച കാണുകയാണ്. 1-ാം അധ്യായത്തിലല്ലേ ഇത് കാണുന്നത്? ആ തേജമായ രൂപത്തിലേക്ക് നോക്കിയേ. നോക്കുമ്പോ ആ രൂപത്തിലേക്ക് നോക്കുമ്പോ നമ്മൾ എന്താ കാണുന്നത്? ആരെയാ കാണുന്നത്? ക്രിസ്തുവിനെയല്ലേ കാണുന്നത്? അങ്ങനെയല്ലേ സാധാരണ നമ്മൾ പറയാറ്? ക്രിസ്തുവിനെ കുറിച്ചല്ലേ എഴുതിയിരിക്കുന്നത്. എന്നാൽ ശരിക്കും ആ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ എന്താ കാണുന്നത്? ഞാൻ ഒന്നുകൂടെ കടത്തി ചോദിക്കുക. ഒരു വെളിപ്പാടിൽ പറഞ്ഞ എങ്ങനെ പറയും നിങ്ങൾ? 1-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് കാണാപ്പാടം അറിയാമല്ലോ. ആ രൂപത്തിലേക്ക് നോക്കുമ്പോൾ തല മുതൽ പാദം വരെ കാണുന്നുണ്ടല്ലോ. ആ രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വെളിപ്പാടാ ലഭിക്കുന്നത്? നമ്മൾ പുതിയ നിയമ ക്രിസ്ത്യാനികളാണ്, വെളിപ്പാടിൽ ജീവിക്കേണ്ടവരാണ്. ആ കാഴ്ച കാണുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 6:17 ഇച്ചിരി മുമ്പ് വായിച്ചില്ലേ? വായിച്ചിട്ട് പെട്ടെന്ന് വിട്ടുപോയി തോന്നുന്നു അല്ലേ? ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി
ഏകാത്മാവാകുന്നു എന്നാണ് വായിച്ചത്. ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. ക്രിസ്തുവിനോട് ചേരുവൻ സ്നാനമേറ്റവൻ സ്നാനമേറ്റ് വന്നേ ഉള്ളൂ. സ്നാനമേറ്റ് കഴിഞ്ഞിട്ട് മുൻപോട്ടുള്ള യാത്രയിൽ ചില നടപടിക്രമങ്ങളും കൂടി ഉണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ട് വേണം ആളെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാൻ. ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ പറഞ്ഞു ഡിസ്ചാർജ് പൊക്കോളാൻ പറഞ്ഞു. ഉടനെ കിടക്കെടുത്ത് നടക്കാം എന്ന് പറഞ്ഞു നോക്കുവോ? അങ്ങനെ കിടക്കെടുത്ത് നടക്കാൻ പറ്റില്ല, ബില്ലടച്ച് തീർക്കണം. കിടക്കെടുത്ത് നടക്കുന്ന അവിടെ ഇവിടെ ബില്ലടച്ച് തീർക്കണം. പല നടപടിക്രമങ്ങളുണ്ട്, എഴുത്തുകുത്തുകളൊക്കെ ഉണ്ട്. എഴുത്തുകുത്തും പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാം. അങ്ങനെയല്ലേ ബ്രദറെ? ഇവിടെയൊക്കെ അങ്ങനെയല്ലേ? അതെയോ അപ്പൊ തന്നെ പോവോ? ഒരിക്കലും പോകാൻ പറ്റില്ല. സ്നാനത്തിൽ നാം ക്രിസ്തുവിനോട് ചേരുന്നു. പിന്നീട് നടപടിക്രമം ഉണ്ടെന്നാ ഞാൻ പറഞ്ഞു. നടപടിക്രമം അങ്ങ് തുടങ്ങുകയാണ്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുക്കണം. നടപടിക്രമം നോട്ട് ചെയ്തോ. അടുത്തത്, അവൻ അനുദിനം നുകത്തിൻ കീഴിലേക്ക് വരണം. തന്നോട് കേട്ട് പഠിക്കാൻ പാകത്തിന് നുകത്തിൻ കീഴിലേക്ക് വരണം. നുകം എന്ന് കേട്ടിട്ടില്ലേ? യോക്ക്, നുകം, കാളനൊഴുകുന്ന കണ്ടിട്ടുണ്ടല്ലോ. പുതിയ പിള്ളേർക്കൊന്നും അറിയില്ലായിരിക്കും. കാള ഒഴുകുന്നത്, ഫ്ലോ ചെയ്യുന്ന കാര്യം. അപ്പോ അങ്ങനെ നുകത്തിൻ കീഴിലേക്ക് വരണം. സുവിശേഷത്തിലുണ്ടല്ലോ. അങ്ങനെ കർത്താവിനോട് പഠിക്കണം. അങ്ങനെ നുകത്തിൻ കീഴിലേക്ക് വരുന്ന കാര്യത്തെ കുറിച്ച് ആമോസ് പറയുന്നത്, രണ്ടുപേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത്. ഒത്തുവരണം. രണ്ടുപേരും ഒരേ വേവ് ലെങ്ത് ആയിരിക്കണം. അങ്ങനെ അങ്ങ് പോണം. നുകത്തിൻ കീഴിൽ പോണം. ഒരു സൈഡില് ഒരു കാളയായിട്ട് നമ്മുടെ കർത്താവ് നിൽപ്പുണ്ട്, മറു സൈഡിൽ നമ്മളെ ക്ഷണിക്കുക. ബലപ്രയോഗമില്ല അവിടെ, ബലപ്രയോഗമില്ല. അതേസമയം ആദ്യം പറഞ്ഞ വാക്കിൽ നിർബന്ധമുണ്ട്. ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും ക്രൂശ് എടുക്കണം എന്ന് പറഞ്ഞാൽ ക്രൂശ് എടുക്കണം, നിർബന്ധമാണ്. നുകത്തിൻ കീഴിലേക്ക് വരുവാനാണ്, ക്ഷണിക്കുകയാണ്. പക്ഷെ ബലപ്രയോഗമില്ല. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നതാണ്, ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ നാം ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തണം. നാം തന്നെ കണ്ടെത്തണം. അത് കണ്ടെത്തുന്നവർ ആണോ? അതല്ലേ പറയേണ്ടത്. ആ ചുരുക്കക്കാര് ഭാഗ്യവാന്മാരാണ്, അത് സമ്മതിച്ചു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. 1,900 പെന്തിക്കോസുണ്ട് ഉലകം മുഴുവനും, ഇല്ലേ? എന്തുമാത്രമാ, എണ്ണിയാലൊടുങ്ങാത്ത ആൾക്കാരുണ്ട്. പക്ഷെ ബൈബിൾ എന്ത് പറയുന്നു? അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. ഈ ഇരിക്കുന്നതിൽ എത്ര പേരത് കണ്ടെത്തും എന്നുള്ളത് എനിക്കറിയില്ല, അത് നിങ്ങൾ തീരുമാനിക്കണം. അത് ചുരുക്കമത്രേ. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും. സീരിയസ് ആയ ഒരു പ്രസംഗ വിഷയമാണ്. ഞെരുക്കമുള്ള വഴി എന്നുള്ളതിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ഹർട്ടിംഗ് പാത്ത് എന്നാണ്. ഹർട്ടിംഗ് പാത്ത്. പോകുന്തോറും മുറിവേൽക്കുന്ന പാതയാണ്. അപ്പൊ നടപടിക്രമങ്ങൾ എന്നാ ഞാൻ പറഞ്ഞത്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം വയ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഇങ്ങനെ ഓർഗന്റെ ആ ശബ്ദത്തിൽ ഇങ്ങനെ മതിമറന്നങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും പോയാൽ പോരാന്നേ. ഇനി പോകുമ്പോൾ എന്ത് കാണണം ചുമലില്? അതിന്റെ ആത്മീയ അർത്ഥങ്ങളിലേക്കൊക്കെ പോകണം, ഞാൻ പോകുന്നില്ല. ചുമലിൽ നിർബന്ധമായിട്ട് എന്ത് കാണണം? ക്രൂശ് വേണം. നാം നുകത്തിൻ കീഴിലായിരിക്കണം. ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയൊക്കെ കണ്ടെത്തണം. പിന്നെ എന്താ പറഞ്ഞു? മുള്ളുകളൊക്കെ അനുവദിക്കുമ്പോൾ ഞാൻ പറഞ്ഞ ആ പുള്ളികളെ ഒന്നും വിളിക്കാൻ പോകരുത്. ഉപവാസ പ്രാർത്ഥനയൊക്കെ വെച്ച് ദൈവസന്നിധിയിൽ ആനന്ദിക്കണം. കൊടുങ്കാറ്റടിക്കുമ്പോൾ, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ട ആശ്വാസമറ്റവളുമായുള്ളവേ, അന്നേരമാണ് മുഖത്ത് ആ പ്രസന്നത വരേണ്ടത്. ആ പ്രസന്നതയോടെ വന്ന് ആത്മാവിൽ ആരാധിക്കണം. പുതിയ യെരൂശലേമിന്റെ ഗീതങ്ങൾ പാടണം. ഉത്തരാം യെരൂശലേമിൽ എത്തും കാലം ഓർക്കുമ്പോൾ എന്ന പാട്ടൊക്കെ അന്നേരം പാടേണ്ടത്. അങ്ങനെ പാടി ആനന്ദിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആനന്ദ ജീവിതമാണ്. ക്രിസ്തീയ ജീവിതം എന്താ പറഞ്ഞത്? ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുവദിക്കും. പക്ഷെ പലരും പറഞ്ഞു എങ്ങനെയായിപ്പോയി? ക്രിസ്തീയ ജീവിതം ആകെ കട്ടോ ദുഃഖവും ദുരിതമാണെന്നുള്ള രീതിയിലായിപ്പോയി. അത് പഠിക്കണം നമ്മൾ. ക്രിസ്തീയ ജീവിതത്തിൽ കഷ്ടങ്ങളുണ്ട്, പക്ഷെ ക്രിസ്തീയ ജീവിതം എന്താണ്? ആനന്ദ ജീവിതമാണ്. അപ്പൊ കൊടുങ്കാറ്റും ഇത്തരം അനുഭവങ്ങളൊക്കെ വരുമ്പോൾ ചില നീലക്കല്ലുകളും പുഷ്യരായങ്ങളും ഒക്കെ ലഭിക്കുകയാണ്. വൻ കാര്യങ്ങളാണ്. അപ്പൊ ക്രിസ്തുവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി പറ്റിച്ചേരണമെങ്കിൽ ഈ 4 കൂട്ടം കാര്യങ്ങൾ നിർബന്ധമാണ്. പറ്റിച്ചേർന്ന് കഴിയുമ്പോൾ വെളിപ്പാട് ദിവസം 1-ാം അധ്യായത്തിൽ കണ്ട തേജമായ രൂപത്തിലേക്ക് ഒന്നുകൂടെ നോക്കി. ഇനി വല്ലതും പറയാനുണ്ടോ നിങ്ങൾക്ക്? ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? വേഗം നിർത്തിയേക്കാം. അതുകൊള്ളാം. ഞാൻ ഇനി വലിച്ചു നീട്ടിക്കൊണ്ട് പോവില്ല. ഇപ്പൊ തന്നെ അവസാനിപ്പിക്കാം. വേഗം പറഞ്ഞാൽ ഇപ്പൊ തന്നെ നിർത്താം. ആ രൂപത്തിലേക്ക് നോക്കിയിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടോ? സഹോദരങ്ങളെ, ആ രൂപത്തിലേക്ക് നോക്കുക. അതിന്റെ ശിരസ് ക്രിസ്തു, ആ ശരീരം തന്റെ സഭയുമാണ്. പണിതീർക്കപ്പെട്ട സഭ
അല്ലെ? തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു രണ്ടും പറ്റിച്ചേർന്ന് എന്ത് ചെയ്തിരിക്കപ്പോ ഒന്നായിരിക്കുകയാണ്. യോഹന്നാൻ കണ്ട കാഴ്ച അങ്ങനെ തന്നെ എഴുതി വെച്ചിരിക്കുന്നു. നാം ആത്മാവിൽ ഇത് തിരിച്ചറിയണം. ആ കാണുന്ന ആരാ? സർവാംഗ സുന്ദരനായ നമ്മുടെ മണവാളനാണ്. അംഗപ്രത്യംഗം അവൻ സുന്ദരനാണ്. അവനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് ആരാ? സർവാംഗ സുന്ദരിയായ തന്റെ മണവാട്ടിയും. അംഗപ്രത്യംഗം അവൾ ആരാ? ആ രണ്ട് വാക്യം ഉത്തമഗീതത്തിലുണ്ട്. അവൻ സർവാംഗ സുന്ദരനാണ്, അവൾ സർവാംഗ സുന്ദരിയാ. അപ്പൊ സർവാംഗ സുന്ദരനായ മണവാളന് എങ്ങനെയുള്ള മണവാട്ടിയാ വേണ്ടത്? നിങ്ങൾ പറ. അല്ലേ? ഒരു കല്യാണം നടക്കുക, കല്യാണത്തിന് മണവാളച്ചക്കൻ നല്ല രീതിയിൽ മിടുക്കനായിട്ട് വന്നിരിക്കുക. അപ്പൊ ഒരു കീറിയ നൈറ്റിയും കുറച്ച് ചാരവും കുറച്ച് കരിയൊക്കെ തൂത്തുവാരിയ ഒരു പെങ്കച്ച് കുളിക്കാൻ സമയം കിട്ടിയില്ലെന്നാ പുള്ളിക്കാരി പറയുന്നത്. പുള്ളിക്കാരി ഓടിക്കതച്ചു വന്നിട്ട് പറയാണ്, അയ്യോ എന്റെ കൈ അങ്ങ് പിടിച്ചോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെറുക്കൻ പറയില്ല, നീ ഏതാ മോളെ എന്ന് ചോദിക്കില്ലേ? ചോദിക്കില്ലയോ? അവൾക്ക് ഒരുക്കമുണ്ടോ? അവൾ അശേഷം ഒരുങ്ങിയിട്ടില്ല. അവനെ കുറിച്ചുള്ള ഏകാഗ്രതയിലും പറ്റുമാനത്തിലും ആയിരുന്നു അവള്. അല്ല, കല്യാണ നിശ്ചയമൊക്കെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആവശ്യത്തിന് സമയം തന്നിട്ടുണ്ട്, ഒരുങ്ങിക്കോണം, ഒരുങ്ങി വേണം. അവൻ ഒരുങ്ങിയായിരിക്കുന്നത്. അവൻ സർവാംഗ സുന്ദരനല്ലേ? ഇന്നലെ വായിച്ച് 2 വാക്യം ഓർക്കുന്നില്ലേ? ലേവ്യ പുസ്തകം 1-ാം അധ്യായത്തില് 1:9, 1:13. അംഗപ്രത്യംഗം അവൻ സുന്ദരനാണെന്ന് പറയുന്നത് എങ്ങനെയാ? സകലവും ബലിപീഠത്തിലാണെന്നല്ലേ വായിച്ചത് ഇന്നലെ? വായിച്ചോ ഇല്ലയോ? സകലതും എവിടെയാന്നാ വായിച്ചത്? ഹോമയാഗത്തിനുള്ള മൃഗത്തെ കൊണ്ടുവന്ന് അതിനെ അറുത്ത് അതിന്റെ തോലുരിച്ച് ഘട്ടം ഘട്ടമായി നുറുക്കി എവിടെ വെച്ചു? യാഗപീഠത്തിൽ വെച്ചു. സകലതും യാഗപീഠത്തിൽ വെച്ചെന്നാ വായിക്കുന്നത്. ഏതെങ്കിലും ഭാഗം ഒഴിച്ചു വിട്ടോ? വാല് മാത്രം പിന്നെ വെക്കാം, അങ്ങനെ വെച്ചോ? എല്ലാം ബലിപീഠത്തിൽ വെച്ചു. ഞാനിനി എനിക്കായി ജീവിതത്തിന്റെ എല്ലാ കമ്പാർട്ട്മെന്റും തുറന്നു കൊടുക്കുകയാണ്. കർത്താവേ, അടിയനിതാ ഏൽപ്പിച്ചു തരുന്നു, നയിച്ചാലും ഞാൻ ഇനി എനിക്കായി. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിനങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇങ്ങനെയാണ് നമ്മോട് സംസാരിക്കാൻ പ്രിയപ്പെടുന്നത്. എന്ത് ചെയ്യാം? നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആയിരിക്കില്ല ദൈവം തന്റെ ദാസനിലൂടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. നമ്മൾ ആഗ്രഹിച്ചതുപോലെ ആകണമെന്നില്ല. അപ്പൊ കണ്ട ആ തേജമായ രൂപത്തിലേക്ക് ഒന്നോടെ നോക്കിയേ. ഡാൻസ് ഒന്നും നമ്മൾ അറിഞ്ഞില്ലെങ്കിലും സാരമില്ലെന്നേ, ഡാൻസ് ഒക്കെ അവിടെ കിടക്കട്ടെ. അതേ ഡാൻസിനെ കുറിച്ച് തന്നെ പറയണോ? നോക്കാം, നമുക്ക് ഇനി ഒരു സെക്ഷനോടെ ഉണ്ടല്ലോ, നോക്കാം. ഞാൻ അതിനു വേണ്ടി തന്നെ എല്ലാം റെഡിയാക്കിയാ നിൽക്കുന്നത്, ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കളിച്ച് വന്നപ്പോ എങ്ങനെയായിപ്പോയി? ഇങ്ങനെയായിപ്പോയി. ഒടുക്കം പത്മോസിലെത്തി നമ്മൾ, അല്ലേ? ഇവിടെ നമ്മളിങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാം, സമയം പോയതുകൊണ്ട്. പത്മോസിൽ കണ്ട കാഴ്ച. ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവങ്ങൾ വേണം. ജീവിതത്തിൽ പത്മോസിന്റെ അനുഭവങ്ങൾ. പത്മോസ് എന്താ കാണിക്കുന്നത്? യോഹന്നാനെ സംബന്ധിച്ച് ലെഫ്റ്റും റൈറ്റും ഫ്രണ്ടും ബാക്കിയും എല്ലാം അടയ്ക്കപ്പെട്ടു. അടച്ചോ ഇല്ലയോ? യോഹന്നാനെ സംബന്ധിച്ച് തന്റെ മുന്നും പിന്നും ഇടവും വലമൊക്കെ എന്ത് ചെയ്തു? അടച്ചു. പിന്നെ അടയ്ക്കാത്ത ഒരിടം മാത്രമേ ഉള്ളൂ. അതെവിടാ? അപ്പോഴാണ് ഉയരത്തിൽ നിന്ന് വെളിപ്പാടുകൾ ലഭിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഇങ്ങനെ മുന്നും പിന്നും അടയ്ക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും. അങ്ങനെ അടയ്ക്കപ്പെട്ട അനുഭവത്തിൽ ജീവിച്ച ഒരു പെന്തിക്കോസ്തുകാരനാ കേട്ടോ പ്രസംഗിക്കുന്നത്. അല്ലാതെ എവിടെയെങ്കിലും ഏതെങ്കിലും പുസ്തകം വായിച്ചിട്ടോ കമന്ററി നോക്കിയിട്ട് പ്രസംഗിക്കുന്നതല്ല. പത്മോസിന്റെ അനുഭവത്തിൽ ഇരുന്ന് അത് പ്രസംഗിക്കുന്ന ബാംഗ്ലൂരിൽ നിന്നാ ഞാൻ. ഈ ബാംഗ്ലൂർ എന്ന് പറയുന്ന പത്മോസ്, ഈ സിറ്റി എന്തെന്നാ വിളിക്കുന്നത്? ഗാർഡൻ സിറ്റി, അല്ലെ? ഗാർഡൻ സിറ്റി അല്ലേ ഇത്? ഗാർഡൻ സിറ്റിയാണ്. ഈ ഗാർഡൻ സിറ്റി എന്നെ സംബന്ധിച്ച് എന്തായി തീർന്നെന്ന് അറിയാവോ? പത്മോസ് ആയിപ്പോയി. മലയാളക്കരയിൽ ഒരു ഉപദേശിയായി വിലസണ്ട ഞാന് ഈ ബാംഗ്ലൂരിലേക്ക് വന്നപ്പോ ഭയങ്കര മെഗാ ചർച്ചുകളുടെ ചുട്ട കോഴിയെ പറപ്പിക്കുന്ന കേമന്മാരൊക്കെ ഉള്ള നാട്ടിലേക്ക് വന്നപ്പോ ഞാനും വിചാരിച്ചു ഞാനും നാളെ പറപ്പിക്കുന്നു. പക്ഷെ എന്നെ പറപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇടവും വലവും ഒക്കെ അടച്ചു, മുന്നും പിന്നും ഒക്കെ അടച്ചു. അങ്ങനെ ഈ പട്ടണത്തിൽ എത്രയോ വർഷം ജീവിച്ച ഉപദേശിയ എന്നെ ഇന്നലെയാ കാണുന്നത്. അപ്പൊ ഇത്രയും കാലം എവിടെയായിരുന്നു? ബലിപീഠത്തിലായിരുന്നു. ഇന്നലെ നമ്മൾ എങ്ങനെയാ കണ്ടത്? 30 വർഷക്കാലം നമ്മുടെ കർത്താവ് എവിടെയായിരുന്നാ കണ്ടത്? വെളിപ്പെട്ടോ താൻ? ആർക്കും വെളിപ്പെട്ടില്ല. ബലിപീഠത്തിൽ കിടക്കുകയായിരുന്നു സമ്പൂർണ്ണ സമർപ്പണത്തിൽ. ബലിപീഠത്തിൽ എന്താ ഉള്ളത്? ഐസേട്ടയാണോ? പിന്നെ എന്താ ഉള്ളത്? ബലിപീഠത്തിൽ എന്താ സഹോദരന്മാരെ ഉള്ളത്?
ചൂടോ? കർത്താവ്, പുതിയ അറിവുകളാണ്. ബലിപീഠത്തിൽ ചൂടുണ്ടോ? അതാണ് ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ബലിപീഠത്തിൽ എന്തുണ്ടെന്ന് പറ. തീ ഒന്നും കാണാത്ത പാർട്ടികൾ എവിടെ ഇരിക്കുന്നത്? ബലിപീഠത്തിൽ തീയല്ലേ കത്തിക്കൊണ്ടിരിക്കുന്നത്? തീ കത്തിക്കൊണ്ടിരിക്കുകയല്ലേ? കത്തണ്ടേ തീയ്? സകല ജഡമോഹങ്ങളും കൺമോഹങ്ങളും ജീവന പ്രതാപങ്ങളും സകലതും സ്വയത്തിന്റെ എല്ലാം കത്തി ഉരുകിക്കൊണ്ടിരിക്കുക. ഞാനും ഈ പുസ്തകമായിട്ട് ശുശ്രൂഷക്കൊക്കെ ഇറങ്ങിയ കാലത്ത് എല്ലാ ഉദ്ദേശിമാരെ പോലെ അല്ലെ ഉദ്ദേശി കുഞ്ഞുങ്ങളെ പോലെ ചിന്തിച്ച ആള് തന്നെയാ. 4 ആൾ എന്നെ അറിയണം, അവിടെ പ്രസംഗിക്കണം, ഇവിടെ പ്രസംഗിക്കണം, ആകാശങ്ങളിലൂടെ പോകണം, പിന്നെ എവിടെ പോകണം, അങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ഉപദേശി തന്നെയാ. ഇന്ന് അങ്ങനെ ഒരാഗ്രഹമില്ല, ഒന്നുമില്ല. വിദേശത്തൊക്കെ പോയിട്ട് ഒരു മഞ്ചക്കുഞ്ഞിനോട് പോലും പറയാറില്ല. അവിടെ ഏത് മീറ്റിങ്ങിന് പോയോ ആ മീറ്റിങ്ങിൽ പ്രസംഗിച്ചിട്ട് അടുത്ത വണ്ടിക്ക് തിരിച്ചു കയറിപ്പോരും. അല്ലെങ്കിൽ തിരിച്ചു പോരാനുള്ള വണ്ടിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ടല്ലോ, അതുവരെ നമ്മുടെ സഹോദരന്മാരുടെ ആരുടെങ്കിലും വീട്ടിലായിരിക്കും പാർക്കുന്നത്. അറിഞ്ഞു കേട്ട് ആരെങ്കിലും വിളിച്ചാൽ പോകും. അല്ലാതെ ഇവിടെ വന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഫോൺ നമ്പറും കൊടുത്ത് പരിപാടിക്ക് ഒന്നും പോകാറില്ല. ഒരിടത്തും നമുക്കങ്ങനെ പ്രസംഗിക്കേണ്ടതേ. ദൈവം അവസരങ്ങളെ ഒരുക്കും. ദൈവം അവസരങ്ങളെ ഒരുക്കുന്നില്ലെങ്കിൽ വേണ്ട. ഈ വെളിപ്പാടുകളും സത്യവചനവും തന്റെ ജനം അറിയണമെങ്കിൽ ദൈവം ഓരോരുത്തരെ അവിടെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടല്ലോ. അതിന്റെ ഒരു ഭാഗമാണ് ഞാനെങ്കിൽ ദൈവം എന്നെ കൊണ്ട് സംസാരിപ്പിക്കും. ആർക്കും തടുക്കാൻ കഴിയില്ല, ആർക്കും തടുക്കാൻ കഴിയില്ല. അത് പറ്റിച്ചേർന്ന് നടന്നപ്പോ മനസ്സിലായ കോൺഫിഡൻസ് ആണ് അല്ലേ? ആ തേജമായ രൂപത്തിലേക്ക് നോക്കിയേ. അത് നോക്കിയിട്ട് അതിന്റെ താഴെ നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട് കേട്ടോ. 7 നക്ഷത്രം വലം കൈയിൽ പിടിച്ച 7 പൊൻനിലവിളക്കുകളുടെ നടുവിലൂടെ നടക്കുന്ന ഒരു കാഴ്ചയല്ലേ കാണുന്നത്? ആ 7 നക്ഷത്രം തന്റെ ദാസന്മാരെയാണ് കാണിക്കുന്നത്, തന്റെ അഭിഷിക്തന്മാരെ കാണിക്കുന്നു. ആ 7 നക്ഷത്രം സഭയുടെ ദൂതന്മാരെന്ന് നമ്മൾ പിന്നെ വായിക്കുന്നുണ്ട് കൊരിന്ത്യർ ലേഖനത്തില്. അവര് ദൈവത്തിന്റെ ദാസന്മാരെയാണ് കാണിക്കുന്ന 7 നക്ഷത്രങ്ങളെ. അപ്പൊ യോഹന്നാൻ എന്താ ശുശ്രൂഷകർക്ക് തരുന്ന ആഹ്വാനം? ആ 7 നക്ഷത്രം ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? കാഹളനാദത്തിനൊത്ത ശബ്ദമുള്ളവന്റെ കരത്തിലാണ് നക്ഷത്രം ഇരിക്കുന്നത്. കാഹളനാദത്തിനൊത്ത ശബ്ദമുള്ളവന്റെ കരത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് ശുശ്രൂഷകന്മാർ എന്ത് ചെയ്തോണം? അവരുടെ ശബ്ദം കാഹളനാദം പോലെ മുഴക്കണം. ആരെയും പേടിക്കണ്ട, ഒരുവനെ പേടിക്കേണ്ട ആവശ്യമില്ല. സത്യം സത്യമായിട്ട് വിളിച്ചു പറയണം. സത്യം സത്യമായിട്ട് വിളിച്ചു പറയണം. ദൈവജനത്തിന് പ്രയോജനം ഉണ്ടാകണം. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ആ തേജോമയ രൂപത്തിലേക്ക് നോക്കിക്കൊണ്ട് പിരിയാം, ആ മനോഹര രൂപത്തിലേക്ക്. അതിന്റെ ഭാഗമാകണ്ടേ നമുക്ക്? ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനമേറ്റ് പെന്തിക്കോസുകാരനായിട്ട് അവസാനിച്ചാൽ മതിയോ? അതെയോ പറ്റിച്ചേരണമോ? പറ്റിച്ചേരണമെങ്കിൽ ജീവിതത്തിൽ പലതും അനുവദിക്കും. പറ്റിച്ചേർന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ജീവിതത്തില് പലതും അനുവദിക്കും. കാറ്റുകൾ എടുപ്പിക്കും, പെരുവെള്ളങ്ങളൊക്കെ വരും, അങ്ങനെ പലതും സംഭവിക്കും. ജീവിതത്തിൽ പലതും അനുവദിക്കും. എന്തിനാ? തന്റെ ദിവ്യ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുവാൻ. ആ ദിവ്യ സ്വരൂപം കണ്ടില്ലേ? ക്രിസ്തു എന്ന തലയോളം നാം വളരേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? തന്റെ ഡിവൈൻ ക്യാരക്ടറിലേക്ക് നാം വരണം. ആ ദിവ്യ സ്വഭാവത്തിലേക്ക് നാം വരണം. അതിനുവേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പലതും അനുവദിക്കും. അതെല്ലാം സന്തോഷത്തോടെ നാം എന്ത് ചെയ്യണം? സ്വീകരിക്കണം. പെറുപെറുക്കാൻ പാടില്ല, അശേഷം പെറുപെറുക്കാൻ പാടില്ല. എപ്പോഴും സന്തോഷിപ്പീൻ. അങ്ങനെ ഈ വലിയ വെളിപ്പാടുകളിലേക്ക് വിളിക്കപ്പെട്ട നാം ആ സന്തോഷത്തോടെ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകണം. അപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ ശമൂവേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ കർത്താവ് അനുവദിച്ചാൽ സായംകാലം കടന്നു വരാം. അവിടുത്തെ വരവ് താമസിച്ചാൽ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.